السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാൻ ഒരു ദിവസത്തിൻ്റെ പകുതി മാറ്റിവെച്ചുകൊണ്ട് എത്തിച്ചേർന്ന ആളുകളാണ് നാം ഓരോരുത്തരും. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടുള്ള യാത്രക്ക് പോലും വലിയ പ്രതിഫലം അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇഖ്ലാസോടുകൂടി ഇവിടെ വന്നിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ അത് പഠിച്ചു മനസ്സിലാക്കണമെന്ന നിയ്യത്തോടു കൂടിയാണ് നാം ഓരോരുത്തരും എത്തിച്ചേർന്നിട്ടുള്ളത് എങ്കിൽ അള്ളാഹു തആല വാഗ്ദാനം തീർച്ചയായും പാലിക്കുന്നവനാണ്. അവൻ പറഞ്ഞ പ്രതിഫലങ്ങളിലൊട്ടും അവൻ കുറവ് വരുത്തുകയില്ല. അടിമകളോടൊരു തരിമ്പ് ഉൽമ കാണിക്കാത്തവനാണ് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും നിയത്തുകൾ നന്നാക്കി തരികയും അവൻ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഒട്ടും കുറയാതെ നമ്മുടെ ഹസനാത്തുകളിലേക്ക് നന്മകളിലേക്ക് അവൻ നൽകി തരികയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനപ്രദമായ അറിവുകൾ ഒരുപാട് കരസ്ഥമാക്കുകയും നമ്മുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഇത്തരം നന്മകൾ കൊണ്ട് അള്ളാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നിസ്കാരത്തെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ എനിക്ക് ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ ഏറ്റവും വലിയ ബാധ്യതയായിട്ടുള്ളത് നിസ്കാരം എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഴയ കാലം മുതൽ തന്നെ ജനങ്ങളെ പ്രത്യേകമായി നിസ്കാരത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കാറുണ്ട്. അതിൽ വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ രചിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ കടന്നുപോയിട്ടുണ്ട്. നിസ്കാരത്തെക്കുറിച്ച് മാത്രം അറിയിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ മുസ്ലിം ഉമ്മത്തിന് അവരിലെ മഹാന്മാരായ പണ്ഡിതന്മാർ സമ്മാനിച്ചിട്ടുണ്ട്. ഇബ്നു നസ്ർ അൽ മർവസി റഹിമഹുല്ലാ തഅലീമു ഖദ്രി സ്വലാ, നിസ്കാരത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് പ്രത്യേക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന് അസ്സലാ, നിസ്കാരം എന്ന് പറഞ്ഞിട്ട് തന്നെ അദ്ദേഹം ഗ്രന്ഥരചന നടത്തിയത് കാണാൻ സാധിക്കും. ഇനി ചില പണ്ഡിതന്മാർ നിസ്കാരത്തിൻ്റെ രൂപമാണ് സിഫത്തു സ്വലാത്ത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു എന്നറിയിക്കുന്നതായ ഗ്രന്ഥങ്ങളാണ് രചിച്ചിട്ടുള്ളത് എങ്കിൽ വേറെ ചില പണ്ഡിതന്മാർ ആ നിസ്കാരത്തിൽ അതിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, റുക്നുകൾ എന്തൊക്കെയാണ്, വാജിബുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഗ്രന്ഥരചനകൾ നടത്തിയത് കാണാൻ സാധിക്കും. വേറെ ചിലർ നിസ്കാരത്തിലെ ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ ഒരാൾക്ക് മറവി സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്, സുജൂദിൻ്റെ സഹു ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട് മാത്രം ഗ്രന്ഥരചനകൾ ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇത്രമേൽ ഗ്രന്ഥരചനകളും ചർച്ചകളുമെല്ലാം ഉണ്ടാകാനുള്ള കാര്യം സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിനേക്കാൾ അവൻ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു ഇബാദത്തുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെത്തിയാൽ ആദ്യം ഒരു മുസ്ലിമിനോട് വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന അവ്വല മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമഹ മിൻ അമലിഹി സ്വലാത്തു. ഒരു മനുഷ്യന്റെ അമലുകളിൽ നിന്നും നാളെ പരലോകത്ത് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നത്, ഹിസാബ് ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞത്, ആരെങ്കിലും ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിജയിക്കുകയാണ് എങ്കിൽ ശേഷമുള്ള മറ്റെല്ലാ അമലുകളും അവൻ വിജയിച്ചിരിക്കും. അത് വലിയൊരു അനുഗ്രഹവും ആശ്വാസവുമാണ്. ഒരാൾ നിസ്കാരത്തിന്റെ കാര്യം അല്ലാഹു തആല പറഞ്ഞതുപോലെ അവൻ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അവന്റെ നോമ്പാകട്ടെ, സക്കാത്ത് ആകട്ടെ, അവന്റെ മറ്റ് ആളുകളുമായിട്ടുള്ള മുആമലത്തുകളാകട്ടെ, ഇതിലെല്ലാം ഖൈറുകൾ ഉണ്ടാകും, അവന്റെ ചോദ്യങ്ങൾ എളുപ്പമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആ വേണ്ട ഗൗരവം നമ്മൾ കൊടുത്തിട്ടുണ്ടോ, പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പലതും അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു തആലയുടെ ദീൻ അത് മുദാക്കറത്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി റിവിഷൻ ചെയ്യുക അല്ലെങ്കിൽ മുദാക്കറത്ത് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഇബാദത്താണ്. അത് വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ചെയ്തിരുന്ന ഇബാദത്താണ്. പഠിക്കുക എന്നത് മാത്രമല്ല, പഠിച്ച കാര്യങ്ങൾ വീണ്ടും അത് ഓർമ്മ പുതുക്കുക എന്നുള്ളത് വലിയ വലിയ ഫുഖഹാക്കളായിട്ടുള്ള, നമ്മളിന്ന് വലിയ പണ്ഡിതന്മാരായിട്ട് കാണുന്ന ആളുകളൊക്കെ അവർ ചെയ്തിരുന്നതാണ്. ചില ഫുഖഹാക്കളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അവർ ഫിഖ്ഹിന്റെ ഓരോ അധ്യായങ്ങളും ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അവരൊന്ന് മുദാക്കറത്ത് ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല എന്നാണ്. കാരണം അത് ഓർമ്മ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്, എത്ര പഠിച്ച ആളാണെങ്കിലും ശരി മറവി സംഭവിക്കാം. അറിഞ്ഞ കാര്യങ്ങളിൽ അവ്യക്തത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഇത്തരം മജ്ലിസുകൾ വലിയ ഉപകരിക്കുന്ന കാര്യമാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അറിയുന്ന കാര്യത്തിനാണെങ്കിൽ പോലും അവിടെ ഇരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഇനി അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിസ്കാരവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അറിവുകളെക്കാൾ വലിയൊരു അറിവ് നിങ്ങൾക്ക് ലോകത്ത് വേറെ എവിടെയും ലഭിക്കാനില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഓരോ അമ്പിയാക്കളും അല്ലാഹു തആലയോട് തേടിയിരുന്ന കാര്യമാണ്, അല്ലാഹുവെ എന്നെ കൃത്യമായി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായി അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി. റബ്ബേ, നീ എന്നെ ഉൾപ്പെടുത്തണം. ആരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം? മുഖീമസ്സലാ, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. വമിൻ ദുർരിയതി, എൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തണം. ഇത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ദുആ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ അങ്ങനെ നിസ്കാരത്തെക്കുറിച്ച് ദുആ ചെയ്യാറുണ്ട്. ഒരു നബിയാണ് ഈ ദുആ ചെയ്യുന്നത്. അല്ലാഹു തആലയുടെ ഏറ്റവും അടുപ്പക്കാരനായ അള്ളാഹുവിൻ്റെ ഖലീലായ ഒരു നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള നബി അള്ളാഹിനോട് തേടിയത് മറ്റെന്തെങ്കിലും കാര്യമല്ല, നിസ്കാരത്തെക്കുറിച്ചാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാ, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം തേടിയിട്ടുള്ളത്. ഇതിൻ്റെ അത്ര പ്രാധാന്യം കൊണ്ടാണ്. ഇനി നോക്കൂ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു തആല പുകഴ്ത്തി പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമായി അല്ലാഹു തആല എടുത്തു പറയുന്നത്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ, അദ്ദേഹം തൻ്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പുകഴ്ത്തി പറയാം. അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് അല്ലാഹു തആല പറയുന്നത് അദ്ദേഹം കുടുംബത്തോട് നിസ്കാരത്തെ തൊട്ട് കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇനി നോക്കൂ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറയുന്നതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അദ്ദേഹം പറയുന്നു, ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയോട് പറയാൻ, മൂസ നീ എന്നെ ഇബാദത്ത് ചെയ്യണം, അതുപോലെ എന്നെ ഓർക്കുന്നതിന് വേണ്ടി നീ നിസ്കാരം നിലനിർത്തേണ്ടതുണ്ട് എന്ന് അല്ലാഹു തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു നബിയോട് അല്ലാഹു തആല നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇനി സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കാണാം, ഫനാദതുൽ മലായിക വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബ്. അദ്ദേഹം മെഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ മലായിക്കത്തുകൾ അദ്ദേഹത്തെ വിളിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പം അമ്പിയാക്കളെ തൊട്ടൊക്കെ അല്ലാഹു തആല അവരുടെ വിശേഷണങ്ങളായി പറയുമ്പോൾ, അവരുടെ ചരിത്രങ്ങളായി പറയുമ്പോൾ അവരെല്ലാം നിസ്കാരത്തിന് വേണ്ട പോലെ പ്രാധാന്യം കൊടുത്തതായിരുന്നു എന്നതിനെക്കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല അദ്ദേഹത്തോട് കൽപ്പിക്കുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ. നബിയെ, താങ്കളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം,
അതിൽ ക്ഷമയോടുകൂടി കൈക്കൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു തആല പറയാണ്. നബിയോട് അല്ലാഹു തആല താങ്കൾ നിസ്കാരം കൊണ്ട് കുടുംബത്തെ കൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും എത്രമേൽ ഈ പറയുന്ന കൽപ്പനകളെല്ലാം അത് ശിരസാ വഹിക്കാൻ, അത് കേട്ട് പഠിച്ചു മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹു നിസ്കാരത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യരുടെ പലരുടെയും അവരുടെ കൽബിൽ നിന്നും നിസ്കാരത്തിന് വേണ്ട പ്രാധാന്യം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നിസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നതിലോ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലോ ആളുകൾക്ക് വേണ്ടത്ര ഉത്സാഹമില്ലാത്തത്. അല്ലെങ്കിൽ എത്രയോ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അവർ നിസ്കരിക്കുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ നിസ്കരിക്കുന്നത്, എന്താണ് ഈ ചൊല്ലുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയുമോ, ഈ കാര്യം ഇങ്ങനെ സംഭവിച്ചു പോയ നിസ്കാരം അത് ശരിയാകുമോ നിനക്കറിയുമോ എന്ന് ചോദിച്ചാൽ അവരിൽ പലർക്കും അറിയില്ല. എന്നാൽ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയപരമായ നിലപാടുകളെക്കുറിച്ച് ഓരോരുത്തരോടും ചോദിച്ചാൽ അവർക്ക് ഒരു മണിക്കൂർ സംസാരിക്കാൻ അവർക്കതിന് യാതൊരു പ്രയാസവുമില്ല, അവർക്കതിന് വാക്കുകൾ മതിയാവുകയില്ല. ഒരു മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറിന് വേണ്ടിയിട്ടുള്ള സംസാരം അവരുടെ മനസ്സിൽ വന്ന് നിറയുന്നതായിരിക്കും. ആളുകൾ തയ്യാറാണ്. പക്ഷെ നിസ്കാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു പുസ്തകമെങ്കിലും, എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ നിസ്കാരം സല്ലല്ലാഹു അലൈഹി വസല്ലം നീ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവൻ പലർക്കും അതിനെക്കുറിച്ച് അവർ കേട്ടുകേൾവിയില്ല. അങ്ങനെ ഒരു കാര്യം അവർ ചിന്തിച്ചിട്ടേ ഇല്ല. എന്നാൽ പത്രങ്ങളായ പത്രങ്ങൾ, ഒരു പത്രം മറച്ചു വെച്ച് അടുത്ത പത്രം, അത് മറച്ചു വെച്ച് അത് പഠിച്ച അടുത്ത പത്രം, മാഗസിനുകളായ മാഗസിനുകൾ, ഓരോ ചട്ടകൾ കഴിഞ്ഞ അടുത്ത ചട്ടകൾ, ഇതൊക്കെ പഠിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നിസ്കാരത്തെക്കുറിച്ച് അത് പണ്ടേ നിസ്കരിക്കുന്നത് പോലെ തന്നെ അങ്ങനെ നിസ്കരിക്കാം. അതിലെന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ അറിയില്ല, കൈ കെട്ടിയാൽ സലാം വീട്ടുന്നത് വരെ ഇങ്ങനെ പെട്ടെന്ന് എന്തൊക്കെയോ ചൊല്ലി പോകുന്നുണ്ട് എന്നതിലപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ച സംഭവിച്ചാൽ എങ്ങനെ ശരിയാക്കണം എന്നതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അഖിമിസ് സലാ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഖുർആൻ ശരിക്കെടുത്ത് പരിശോധിച്ചാൽ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നിസ്കാരക്കാരെ കുറിച്ച് പറയുമ്പോൾ അതിലെവിടെയും കേവല നിസ്കാരം അല്ലദീന യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്നവരാകുന്നു എന്നല്ല, അതല്ലെങ്കിൽ സല്ലു നിങ്ങൾ നിസ്കരിക്കൂ എന്നത് മാത്രമല്ല, മറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഇടം മുഴുവനും വാഖിമിസ് സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം എന്നാണ്. അല്ലെങ്കിൽ അല്ലദീന യുഖീമൂന സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ് എന്നാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ മുഫസ്സിറുകൾ പറയാണ് നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെ ഷുറൂത്തുകൾ മുഴുവൻ, നിബന്ധനകൾ മുഴുവൻ, നിസ്കാരം ശരിയാകാൻ എന്തൊക്കെ ഞാൻ അതിൻ്റെ ആമുഖമായി ചെയ്തു വെക്കേണ്ടതുണ്ട് അതെല്ലാം പഠിച്ചു മനസ്സിലാക്കി അവരുടെ നിസ്കാരത്തിൽ ഉണ്ടാകും. അതുപോലെ നിസ്കാരത്തിൽ പാലിക്കേണ്ട റുക്നുകളും വാജിബുകളും ഒക്കെ കൃത്യമായി അവൻ ചെയ്തിട്ടുണ്ടാകും. സാധ്യമാകുന്ന അത്ര സുന്നത്തുകൾ നിസ്കാരത്തിൽ അവൻ പാലിച്ചിട്ടുണ്ടാകും. ഇനി പുരുഷന്മാരാണെങ്കിൽ ബാങ്ക് കേൾക്കുന്നിടത്തേക്ക് വന്ന് നിസ്കരിക്കുന്നുണ്ടാകും. ഇതെല്ലാം ഉൾപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇഖാമത്തുസ് സലാ എന്ന് പറയുന്ന കാര്യം ആയിത്തീരുന്നത്. എന്നാൽ പലരും നിസ്കാരം അതിൻ്റെ ഒരു ബാഹ്യമായി അങ്ങനെ പഠിച്ചു പോകുക എന്നതിലുപരി ഇഖാമത്തുസ് സലാ എന്താണ്, നിസ്കാരം അത് ശരിയായ രൂപത്തിൽ എങ്ങനെ നിർവഹിക്കാം എന്ന് പഠിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരം മജ്ലിസുകൾ ഇതെല്ലായിടത്തും സംഘടിപ്പിക്കപ്പെടേണ്ട ആളുകൾ പഠിച്ചു മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കാരണം നിസ്കാരം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം നൽകിയിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല നിസ്കാരത്തിന് നൽകിയ പ്രാധാന്യത്തിന് പണ്ഡിതന്മാർ പറഞ്ഞൊരു ഉദാഹരണം കാണാൻ സാധിക്കും. ദീനിൽ ഏതൊരു നിയമവും ശരീഅത്തിൻ്റെ ഏതൊരു നിയമവും അത് അല്ലാഹു തആല മലക്കിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടാണ് വഹി നൽകിയിട്ടുള്ളത് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയും അങ്ങനെ ഇന്ന കാര്യം അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, ഇന്ന കാര്യം നിയമമാക്കിയിരിക്കുന്നു, ഖുർആനിൽ ആയത്ത് ഓതി കേൾപ്പിക്കും, ദീനിൻ്റെ വിധിവിലക്കുകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അത് പറഞ്ഞു കൊടുക്കുകയാണ് പതിവ്. എന്നാൽ നിസ്കാരത്തിൻ്റെ വിഷയമായപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് വഹിയുമായി ഇങ്ങോട്ടേക്ക് വന്നില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി 7 ആകാശത്തിന് മുകളിലേക്ക് മിഅ്റാജിൻ്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഒരടിമക്ക് എത്താൻ സാധിക്കുന്നതിൽ ഏറ്റവും അടുത്തേക്ക് കൊണ്ടുപോകുകയും അള്ളാഹു നേരിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയും നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ കൽപ്പിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയണം അള്ളാഹു നിസ്കാരത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നറിയിക്കുന്ന കാര്യമാണ്. കാരണം അത്ര പ്രാധാന്യമുള്ള കാര്യമായപ്പോൾ അതിനൊരാളെ പറഞ്ഞയച്ചില്ല, നേരിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. എന്നത് വലിയ പ്രാധാന്യത്തെ അറിയിക്കുന്ന കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെറിയ പ്രായമുള്ള കുട്ടികളോട് പോലും നിസ്കരിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നന്മ തിന്മകളെല്ലാം അത് വിലയിരുത്തുകയും അതിൻ്റെ പേരിൽ വിചാരണ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അവൻ പ്രായപൂർത്തി എത്തുമ്പോഴാണ്. ബുലൂഗ് എത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രം ഒരു മനുഷ്യൻ മുഖല്ലഫാവുകയുള്ളൂ, അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാവുന്നുള്ളൂ. അത് ചെയ്താൽ അവന് പ്രതിഫലവും ഒഴിവാക്കിയാൽ കുറ്റവും ഒക്കെ ലഭിക്കുമ്പോൾ ഒരാൾക്ക് പ്രായപൂർത്തി എത്തേണ്ടതുണ്ട്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതില്ല.
എന്നാൽ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയ കുട്ടികളെ തന്നെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇൻ. 7 വയസ്സാകുമ്പോൾ തന്നെ മക്കളോട് നിസ്കാരം കൽപ്പിക്കണം. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്രിൻ. 10 വയസ്സായിട്ട് നിസ്കരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ചെറിയ രൂപത്തിൽ അടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇനി പ്രായപൂർത്തി എത്താൻ പോകുകയാണ്. 7 വയസ്സായി പ്രായപൂർത്തി എത്തുന്നതിൻ്റെ നേരെ പകുതിയാവാനായിട്ടുണ്ട്. 10 വയസ്സായി പ്രായപൂർത്തിയോട് അടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ വിഷയം അത്ര ഗൗരവമാണ്. ഒരു വക്തു പോലും ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ മതിയായതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ കുട്ടികളുടെ ചെറിയ മനസ്സിൽ തന്നെ നിസ്കാരത്തിനോടുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാകേണ്ടതുണ്ട്. നിസ്കാരം എന്തുപേക്ഷിച്ചാലും ശരി, എൻ്റെ റൂഹ് പോകുന്നത് വരെ നിസ്കാരം എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന ബോധ്യം ചെറിയ മക്കളുടെ കൽബിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 7 വയസ്സാകുമ്പോൾ തന്നെ, പ്രായപൂർത്തിയൊന്നും എത്തിയിട്ടില്ല, അവരോട് നിസ്കരിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരോട് പറയാം, നിസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ് ഖൈർ. ഓരോ വക്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. 10 വയസ്സായിട്ടും അവർക്ക് നിസ്കാരത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊന്നും അവർക്ക് വലിയ താല്പര്യം കാണുന്നില്ലെങ്കിൽ ചെറിയ രൂപത്തിൽ അടിച്ചിട്ടെങ്കിലും അതിന് പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ പോലും ഉപേക്ഷിക്കുന്ന മക്കൾക്ക് അല്ലാഹു തആല ശിക്ഷയൊന്നും ഏർപ്പെടുത്തുന്നില്ല, കാരണം പ്രായപൂർത്തി എത്തിയിട്ടില്ല. എന്നാൽ ഈ കൽപ്പന ഒഴിവാക്കിയ മാതാപിതാക്കൾക്ക് അതിൻ്റെ ശിക്ഷയുണ്ടാകും. എന്നിരുന്നാലും സഹോദരങ്ങളെ, ചെറിയ പ്രായത്തിൽ മക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. ഇനി നോക്കൂ, വഫാത്താക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ അവിടെ കിടക്കുന്ന വേളയിലാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്നുണ്ട്, വസിയത്തുകൾ പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അസ്സലാ എന്നാണ്. സഹാബികളോട് പറഞ്ഞ നിസ്കാരം. അവിടുന്ന് പ്രയാസം കൊണ്ട്, അവിടുന്ന് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്താണ്, റൂഹ് പോകാൻ പ്രയാസമായി നിൽക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾ സ്വഹാബികൾ നിസ്കാരം അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുന്നത് കാണാൻ സാധിക്കും. പല സ്വഹാബികളും റസൂലുള്ളാഹിനെ അവസാനം കണ്ട രംഗം പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും മസ്ജിദുൻ നബവിയിലേക്ക് നോക്കുന്ന രംഗമായിരുന്നു. മസ്ജിദുൻ നബവിയിൽ സ്വഹാബികളെല്ലാം ഒരുമിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ ജമാഅത്തായി നിസ്കരിക്കുന്നത് കാണുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മുഖത്ത് സന്തോഷമുണ്ടായത്. അത്രയും വേദന അനുഭവിക്കുന്ന, മരണവേദന അനുഭവിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു എന്നാണ്. അത് അവിടുത്തെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ടെൻഷനുകളും പ്രയാസങ്ങളും വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൺകുളിർമയായിട്ട് കണ്ടത് നിസ്കാരത്തെയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്ത് നിസ്കാരമാണ്. അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്ത് മനുഷ്യനില്ല. നമുക്ക് ഏത് നേരവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ 3 നേരങ്ങളേ ഉള്ളൂ. അതല്ലാത്ത ഏത് നേരവും ഒരാൾക്ക് അവൻ്റെ ഒരു പ്രയാസമുണ്ടെങ്കിൽ നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, നമ്മൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിലാണ്, ആ വഴിയിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും, എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നിസ്കാരം എന്ന് പറയുന്നത് അത്ര പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ, അത് ഓരോ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അതിൽ നമുക്കൊരു നഷ്ടമായിട്ട് നമുക്ക് തോന്നുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആരംഭിക്കുന്നത് നിസ്കാരത്തിൻ്റെ ആമുഖമായിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ട അതിൻ്റെ നിബന്ധനകളെക്കുറിച്ചായിരിക്കും ആദ്യം പറയുക. നിബന്ധനകളാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം നിസ്കാരത്തിൻ്റെ രൂപമായി അതിൻ്റെ അർക്കാനുകളും അതിൽ നിർബന്ധമായി ചെയ്യേണ്ട നിസ്കാരത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, വാജിബുകളുമൊക്കെ ആയിരിക്കും പറയുക. അതിനുശേഷം ബാക്കിയുള്ള സുന്നത്തുകളെക്കുറിച്ച് ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയും ചെയ്യും. പിന്നീട് നിസ്കാരം, അതിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ വല്ലതും നമുക്ക് അബദ്ധം സംഭവിച്ചു പോയാൽ എങ്ങനെയാണ് നമുക്കത് നികത്തുക, സഹവിൻ്റെ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമുക്കത് മതിയാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പറയുക. ഇനി ക്ലാസ്സിൻ്റെ ഇടയിൽ സംശയമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചോദിക്കാവുന്നതാണ്. അവസാനത്തിലേക്ക് കാത്തു നിൽക്കേണ്ടതില്ല. ചോദ്യം ചോദിക്കേണ്ട രീതി നിങ്ങൾ കൈകൾ ഉയർത്തിയാൽ മാത്രം മതി. അതാണ് നല്ല രീതി. അതിന് ശേഷം ഞാൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു ഇൻട്രാക്റ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെയുള്ള പേപ്പറുകളിൽ എഴുതി അവിടെയുള്ള വോളണ്ടിയർമാർക്ക് കൊടുക്കാവുന്നതാണ്. അവരിവിടെ എത്തിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അതും നമുക്ക് സംശയങ്ങൾ തീർത്ത് അങ്ങനെ പോകാം എന്ന രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അല്ലാഹുവിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിൻ്റെ ശുറൂത്തുകളെക്കുറിച്ചാണ്. ശുറൂത്തുസ്സല, നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ പല മദ്ഹബുകളിലും, ഫിഖ്ഹിൻ്റെ മദ്ഹബുകളിൽ പണ്ഡിതന്മാർ
നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ എണ്ണത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ കണ്ടേക്കും. ചിലപ്പോൾ ചില പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ, ചില നിബന്ധനകൾ ഒരുമിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അതിൻ്റെ എണ്ണത്തിലോ അതിൻ്റെ രീതിയിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട് എങ്കിലും പൊതുവിൽ മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവനും, അയിമ്മത്തുകൾ മുഴുവനും അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏതൊരു ഗ്രന്ഥങ്ങളിലും പൊതുവെ നിസ്കാരത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വളരെ കുറവാണ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഇനി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചില സുന്നത്തുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ്. സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ ഷുറൂത്തുകൾ, ഏതൊരു ഇബാദത്തിൻ്റെയും ഷുറൂത്തുകൾ എന്ന് പറഞ്ഞാൽ, നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ, അത് ആ അമല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിർവഹിക്കേണ്ട കാര്യമായിരിക്കും. അതാണ് നിബന്ധന എന്ന് പറയുന്നത്. നിബന്ധനയായിട്ട് എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അത് ആ അമൽ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യമായിരിക്കും. അതാണ് നിബന്ധനകളുടെ ഒരു പ്രത്യേകത. ആ നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ, ഒരാൾക്ക് കഴിവുണ്ടായിട്ടും ആ നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം, ആ നിബന്ധനയാക്കപ്പെട്ട കാര്യം അത് ശരിയാവുകയില്ല. നോമ്പാണെങ്കിൽ അങ്ങനെ തന്നെ, നിസ്കാരമാണെങ്കിൽ അങ്ങനെ തന്നെ, സക്കാത്താണെങ്കിൽ അങ്ങനെ തന്നെ, ഓരോന്നിനും അതിൻ്റെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടാകും. ആ അമൽ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ആ നിബന്ധനകൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിബന്ധനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതല്ല എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. ഇനി നിസ്കാരത്തിന് ഞാൻ പറഞ്ഞു 9 നിബന്ധനകൾ പറയുന്നുണ്ട്. അതിൽ പല നിബന്ധനകൾ, 4ഓളം നിബന്ധനകൾ എല്ലാ അമലിനുമുള്ള നിബന്ധനകൾ തന്നെയാണ്. 9 നിബന്ധനകളിൽ 4ഓളം നിബന്ധനകൾ എല്ലാ അമലിനും ഈ നിബന്ധനകളുണ്ട്, നിസ്കാരത്തിനു മാത്രമല്ല. എന്നാലും ആ നിബന്ധനകൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ടും അതിൽ ചില ഫായ്ദകൾ ഉള്ളത് കൊണ്ടും അത് നമ്മൾ എടുത്തു പറയുക തന്നെയാണ്. അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഏതൊരമലും അള്ളാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ നമ്മൾ മുസ്ലിം ആയിരിക്കുക, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, അഥവാ തൗഹീദ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം പരലോകത്ത് അള്ളാഹു തആല വിചാരണ ചെയ്യുന്നെങ്കിൽ, വിചാരണ റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണക്ക് നമ്മെ എടുക്കണമെങ്കിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരായിരിക്കണം. എങ്കിലേ നമുക്ക് വിചാരണയുള്ളൂ. നമ്മുടെ അമലുകളെക്കുറിച്ച്, നിസ്കാരത്തെക്കുറിച്ച്, നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങളെക്കുറിച്ച്, സക്കാത്തിനെക്കുറിച്ച്, കഷ്ടപ്പെട്ടു പോയി ലക്ഷങ്ങൾ മുടക്കിയ ഹജ്ജിനെക്കുറിച്ച്, ഉംറയെക്കുറിച്ച്, അങ്ങനെ നമ്മൾ ആളുകൾക്ക് വേണ്ടി നട്ടോട്ടം ഓടിയ ചെയ്തു വെച്ച പല നന്മകളെക്കുറിച്ചും നമുക്ക് വലിയ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നമ്മൾ ചെയ്ത ഏതൊരു കാര്യത്തെക്കുറിച്ചും അള്ളാഹു വിചാരണക്കെടുക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നവരായിരിക്കണം. തൗഹീദ് ഇല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നില്ലേ, പിന്നെ ഈ പറയുന്ന അമലുകൾ കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്ന്, വളരെ ചെറുതായിട്ട് ആളുകൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ അത് ബാത്തിലായി പോകും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ, അവർ ചെയ്തു വെച്ച അമലുകൾക്ക് നേരെ പരലോകത്ത് വെച്ച് നാം തിരിയുന്നതായിരിക്കും. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, എന്നിട്ട് ചിതറിയ ധൂളികൾ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനാക്കിക്കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒരാൾ മുസ്ലിം ആയിരിക്കുക, അയാൾ അമലുകൾ സ്വീകരിക്കാൻ അയാൾക്ക് ഷിർക്കില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളിൽ നിന്നും അയാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, വലിയ ഷിർക്ക് ഒന്നും തന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വലിയ ഷിർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ചെയ്യുന്ന നിസ്കാരത്തിലില്ലെങ്കിലും ശരി, നീ ഏതെങ്കിലും ഒരു ജീവിതത്തിൽ ഇബാദത്തുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഷിർക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ മുഴുവൻ ഇബാദത്തുകളും ബാത്തിലായി പോകുന്നതായിരിക്കും. ഉദാഹരണത്തിന്, ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നോമ്പെടുക്കുന്നുണ്ട് റമളാനിൽ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ്. സക്കാത്ത് കൊടുക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ച് മാത്രമാണ്. അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. ഹജ്ജ് ചെയ്യുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോഴേക്ക്, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്ക് അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടുകയാണെങ്കിൽ അവർക്ക് എന്നെ കേൾക്കാൻ സാധിക്കും, അവർക്ക് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കും. അള്ളാഹു അവർക്ക് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്. അവരിലേക്ക് ഞാൻ തേടിയാൽ അവർ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യും. എന്ത് ന്യായങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും ശരി, അള്ളാഹ്ക്ക് കൊടുത്താൽ ഒരു കാര്യം ഇബാദത്താകുമെങ്കിൽ അത് മറ്റൊരാൾക്ക് നൽകി കഴിഞ്ഞാൽ അത് അവർക്കുള്ള ഇബാദത്തായി തീരുകയും നമ്മുടെ അമലുകൾ മുഴുവനും പൊളിച്ചു തീരുന്ന ഷിർക്കായി അള്ളാഹു സുബ്ഹാനഹു വ തആല അതവിടെ രേഖപ്പെടുത്തുകയും ചെയ്യും. കാരണം അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട കാര്യം അത് മറ്റൊരാൾക്ക് നൽകിയിരിക്കുക. അതുകൊണ്ട് നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ, നിസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിക്കുന്ന ഒരു മേഖല ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ അള്ളാഹ്ക്കായിരിക്കണം. നമ്മുടെ സഹായതേട്ടങ്ങൾ ഏതവസ്ഥയിലും, ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെങ്കിലും ശരി, എളുപ്പമുള്ള അവസ്ഥയിലാണെങ്കിലും ശരി, അള്ളാഹ്ക്കായിരിക്കണം. ഇബാദത്തുകൾ മുഴുവനും അള്ളാഹ്ക്കായിരിക്കണം. നമ്മുടെ ഭരമേൽപ്പിക്കൽ അള്ളാഹുവിലായിരിക്കണം. നമ്മൾ പേടിക്കുകയും ബേജാറാവുകയൊക്കെ ചെയ്യുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്.
അള്ളാഹു അല്ലാത്ത ആളുകളെ ഭയപ്പെടുകയോ അള്ളാഹു അല്ലാത്ത ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഉപകാര ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കുകയോ ഒരു മുസ്ലിം ചെയ്യേണ്ടതില്ല. അള്ളാഹുവിൽ പരമേൽപ്പിക്കുക, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതില്ല എങ്കിൽ പിന്നെ നിസ്കാരത്തിൻ്റെ മസലകൾ പഠിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരാൾക്ക് തൗഹീദിനെ കുറിച്ച് അറിയില്ല, എന്നാൽ തഹാറത്തിൻ്റെ മസലകൾ അയാൾക്കറിയാം, വുളൂഇനെ കുറിച്ചിട്ട് അറിയാം, കുളിയെ കുറിച്ചിട്ട് അറിയാം, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് നാട്ടിലുണ്ട്. പക്ഷേ തൗഹീദിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. അള്ളാഹുവിന് മാത്രമേ ഇതൊക്കെ നൽകാവൂ എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർത്താലേ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറിവില്ലായ്മയുടെ അങ്ങേയറ്റത്തിൽ എത്തിയിരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ വിചാരിച്ചു പോയിരിക്കുന്നത്. ഇങ്ങനെ ഖബറിങ്ങലൊക്കെ പോകണം അല്ലെ, പല ദീനിയാണ് എന്ന ആളുകളൊക്കെ കരുതുന്നത് ആളുകളിൽ പലരും ഇങ്ങനെയാണ്, വളരെ മതത്തിൻ്റെ ആളുകളാണ്, ദീനിൻ്റെ ആളുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന പലരും ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവരിങ്ങനെ ഖബറിൻ്റെ അടുക്കലേക്ക് പോകുന്നു, ആ ഖബറാളിയോട് തേടുന്നു, അവിടെ വിഷമങ്ങൾ പറയുന്നു, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിച്ചാലും ശരി, പകലെല്ലാ ദിവസവും സുന്നത്ത് നോമ്പുകൾ എടുത്താലും ശരി, കിട്ടിയ സമ്പത്തെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ശരി, അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു ഉപകാരവുമില്ല എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പരലോകത്ത് അള്ളാഹു തആല അതിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ എത്ര വലിയ അബദ്ധമാണ് ആളുകൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിസ്കാരം നിബന്ധന, അതിനാദ്യത്തെ നിബന്ധന എന്ന് പറയുന്നത് ഒരാൾ മുവഹിദായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുശ്രിക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മകാന ലിൽ മുശ്രിക്കീന അയഅ്മുറു മസാജിദ അല്ലാഹ് ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ. ഇങ്ങനെ കുഫറിൽ നിലകൊണ്ടിരിക്കെ അവിടെയുള്ള മക്കയിലുള്ള ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ മസ്ജിദുൽ ഹറം നോക്കുന്ന പണിയൊന്നും അവർ എടുക്കേണ്ടതില്ല. കാരണം ഉലൈക ഹബിതത അമാലുഹും വഫിന്നാരിഹും ഖാലിദൂൻ, നിങ്ങളുടെ എല്ലാ അമലും ബാത്തിലായി പോയിട്ടുണ്ട്, നാളെ നരകത്തിൽ ശാശ്വതരായി കഴിയേണ്ടവരാ. അപ്പോൾ ഷിർക്ക് ചെയ്യുന്നവരാണ് ഈ മസ്ജിദിൻ്റെ പണിയെടുക്കാൻ വരുന്നത്. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പല തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ട്. അവരെന്തോ അങ്ങനെ പള്ളിയായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ്, അവർക്ക് നിസ്കാരത്തെക്കുറിച്ച് അറിയില്ല, അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല, അങ്ങനെ പല തെറ്റിദ്ധാരണയിലാണ് പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വേറെ ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ വിശ്വാസികളെ പോലെയോ അതല്ലെങ്കിൽ മറ്റോ മതസ്ഥരെ പോലെ ഇന്ന് നമ്മൾ കാണുന്ന ചില ഇസ്ലാമിൽ ഇല്ലാത്ത ആളുകളെ പോലെയാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട്. അല്ല, അവർ മസ്ജിദുൽ ഹറമിൻ്റെ പരിപാലനം ഏറ്റെടുത്തിരുന്നു, അവരാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. വർഷാവർഷം അവർ ഹജ്ജ് നടത്തിയിരുന്നു, അവരുടേതായ കോലത്തിലും രൂപത്തിലൊക്കെ ആണെന്ന് മാത്രം. അപ്പം അല്ലാഹു തആല അവരെ വിലക്കുകയാണ്, നിങ്ങളിനി ഈ പള്ളിയുടെ പണിയൊന്നും എടുത്ത് നിൽക്കേണ്ടതില്ല, കാരണം ഒരു ഉപകാരം അതുകൊണ്ടില്ല. ഉലൈക ഹബിതത അമാലുഹും, നിങ്ങളുടെ അമലൊക്കെ ബാത്തിലാണ്, വഫിന്നാരിഹും ഖാലിദൂൻ. ഇങ്ങനെ ഷിർക്കിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഈ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നരകത്തിൽ ശാശ്വതരായി നിങ്ങൾക്ക് കഴിയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം നമ്മൾ മുവഹിദായിരിക്കുക എന്നുള്ളതാണ്. ഇനി മുവഹിദായി ഒരു മനുഷ്യന് തന്നെ അവന് നിസ്കാരം ബാത്തിലാകുന്ന പണിയുണ്ട്. അതെന്താണ്? ചെയ്യുന്ന നിസ്കാരം ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത്. ഒരാളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. ഇനി നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, പക്ഷെ ഒരാളെ കണ്ടപ്പോൾ നീ നിന്റെ നിസ്കാരം അത് ഭംഗിയാക്കുക, നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകമായി അതിൽ ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുക. ഇങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ അത് നിന്റെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഷിർക്കിൽ നിന്നും നമ്മൾ രക്ഷപ്പെടലാണ്. എല്ലാ ഇബാദത്തുകളിൽ നിന്നും വലിയ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടണം, പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും അള്ളാഹിനോട്. പിന്നെ അതാത് ഇബാദത്തുകൾ അത് അള്ളാഹുവിൻ്റെ വജഹ് മാത്രം ഉദ്ദേശിച്ച്, അള്ളാഹുവിൻ്റെ പ്രതിഫലം അവനെ നാളെ കണ്ടുമുട്ടണം എന്ന് മാത്രം ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യണം. ഇത് നമ്മൾ നല്ല പണിപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതല്ലാതെ അതിൽ എളുപ്പമാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ സ്വഹാബികൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് ഈ ഇഖ്ലാസ് നേടിയെടുക്കാനാണ്. ചെയ്യുമ്പോൾ ആളുകൾക്ക് വേണ്ടി ആകാൻ പാടില്ല. അത് അസ്ലൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഒരു മുസ്ലിം അവൻ്റെ അടിസ്ഥാനം അവൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ പിശാച് നമ്മളെപ്പോഴും ഈ ഒരു കാര്യത്തിൽ തെറ്റിക്കാൻ വന്നേക്കും. നമ്മൾ ആളുകൾക്ക് വേണ്ടി നമ്മൾ അമലുകൾ കാണിക്കുന്നവരാക്കി തീർക്കാൻ പിശാച് എപ്പോഴും പണിയെടുക്കും. അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി നിസ്കാരത്തിൻ്റെ നിബന്ധനയായി പറയുന്നത് അൽ അഖ്ല, ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതും ഏതൊരു അമലിനും ആവശ്യമുള്ള കാര്യമാണ്. ബുദ്ധി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഭ്രാന്ത് അഥവാ ബുദ്ധി മറന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരാളാകാൻ പാടില്ല എന്നാണ്. കാരണം ബുദ്ധി മറന്നിരിക്കുന്ന അവസ്ഥയിലുള്ള ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നില്ല. അല്ല, അവർക്ക് ശിക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല, അവരുടെ മേൽ പേന ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ഓരോ അമലും, നമ്മളിവിടെ ഇരിക്കുന്ന കാര്യമാകട്ടെ, സംസാരിക്കുന്ന കാര്യമാകട്ടെ, ഇത് രേഖപ്പെടുത്താൻ മലക്കുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പതിയിരിക്കുന്ന സ്ഥാനത്ത് കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളില്ലാതെ നമ്മളൊരു കാര്യവും പറയുന്നില്ല, നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല. എന്നാൽ ഭ്രാന്ത് ബാധിച്ച ആളെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധി മറഞ്ഞുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ രേഖ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റുഫിയൽ ഖലം അൻ സലാസ്, മൂന്നാളുകളുടെ കാര്യങ്ങൾ അത്
എന്ത് ചെയ്യുന്നില്ല, അവരെക്കുറിച്ച് എഴുതുന്നില്ല. അന്നായി മുഹത്ത എസ്തേക്കും, ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ. ഉറക്കത്തിൽ ഒരാൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ചെയ്താൽ അതിന് പേരിൽ അള്ളാഹിന്റെ അടുക്കൽ കുറ്റമില്ല, കാരണം അവൻ ഓർമ്മയില്ല, അവൻ ഉറക്കത്തിലാണ്. വൽ മജ്നൂൻ ഹത്ത യുഫീഖ്, ഭ്രാന്തുള്ളവൻ ആ ഭ്രാന്ത് നീങ്ങുന്നത് വരെ. വസ്സഗീറു ഹത്ത യബ്ലുഗ്, ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ കുട്ടി അവൻ പ്രായപൂർത്തി എത്തുന്നത് വരെ. ഇവരുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നില്ല, എഴുതുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഭ്രാന്ത് ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവനോട് നമ്മൾ നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടതില്ല, കാരണം അവൻ നിസ്കരിക്കാൻ ബാധ്യസ്ഥനല്ല. അത് നിസ്കരിച്ചാൽ അത് പരിഗണിക്കുകയുമില്ല. കാരണം നിസ്കാരം എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അവൻ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമില്ല. അവിടെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ, ലഹരി ബാധിച്ചവരവരാണെങ്കിൽ അത് നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവുകയില്ല. നിസ്കാരം ശരിയാവുകയില്ല. കാരണം ലഹരി ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അക്കല് മറന്നിരിക്കുന്നു. അവൻ എന്ത് പറയുന്നു, അവൻ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. അവൻ എന്തൊക്കെയോ ഇങ്ങനെ ഒരു ഭാവനയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഏതൊരു ഇബാദത്തും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ നിബന്ധന തമീസ്. തമീസ് എന്ന് പറഞ്ഞൊരു പ്രായപരിധിയാണ്. കാര്യങ്ങൾ വേർതിരിച്ചറിയുക എന്നാണ് ആ വാക്കിനർത്ഥം. അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 7 വയസ്സാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വയസ്സായിട്ടേ നിസ്കാരം കൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അത് 7 വയസ്സ് അവൻ്റെ തമീസ് എത്തുന്ന പ്രായമാണ് എന്നതാണ് പറഞ്ഞത്. എന്നാൽ വേറെ ചിലർ പറഞ്ഞു, ചില കുട്ടികൾക്ക് ചിലപ്പോൾ അതിനേക്കാൾ തൊട്ട് മുന്നേ തന്നെ 6 വയസ്സിലും 6.5 വയസ്സിലും ഒക്കെ അവർക്ക് തമീസിൻ്റെ പ്രായം എത്തിയേക്കാം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളെല്ലാം സ്വീകരിക്കുകയുള്ളൂ. അപ്പം അതിന് മുന്നേ നമ്മൾ അവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ട ആവശ്യമില്ല. നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കട്ടെ, അതല്ലെങ്കിൽ നിസ്കരിക്കാതിരിക്കട്ടെ, അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ അതിന് മുന്നേ ഒരു അമല് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് ഹജ്ജും ഉംറയുമാണ്. ഒരു ചെറിയ കുട്ടി, ഒരു 5 വയസ്സുള്ള കുട്ടിയാണെങ്കിലും അവനെ ഇഹ്റാമിലൊക്കെ പ്രവേശിപ്പിച്ച് ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അതിൻ്റെ മര്യാദകളൊക്കെ പാലിപ്പിച്ച് അവനെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യിപ്പിക്കാം. അതിൻ്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹജ്ജത്തുൽ ഇസ്ലാം, അവൻ്റെ ഇസ്ലാമിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒരു ഹജ്ജ് ഉണ്ടല്ലോ, അതവൻ ബാക്കിയാണ്. അത് പ്രായപൂർത്തി എത്തിയതിന് ശേഷം അവൻ വേറെ ചെയ്യണം. ചെറുതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് പിന്നീട് ഹജ്ജ് ചെയ്യാതിരിക്കരുത്. ഇതിന് പ്രതിഫലം അവൻ്റെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതാണ്. അതല്ലാത്ത അമലുകളൊന്നും തന്നെ ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതില്ല എന്ന്. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് 7 വയസ്സാകുമ്പോൾ അവർക്ക് തമീസ് എത്തുന്നുണ്ട്. 7 വയസ്സാകുമ്പോൾ നിസ്കാരം കൽപ്പിക്കേണ്ടതുണ്ട്. മുറു അബ്നാഅക്കും ബിസ്സലാത്തി ലിസബ്ഇൻ. 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും മാതാപിതാക്കളോട്, കുട്ടികളുടെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് 7 വയസ്സാകുന്ന സമയത്ത് നിങ്ങൾ അത് അവരോട് നിർബന്ധമായും നിങ്ങൾ കൽപ്പിക്കണം. നിങ്ങൾക്കത് നിർബന്ധമാണ്. കാരണം നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൽപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചിരിക്കുന്നു. 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് നിങ്ങൾ കൽപ്പിക്കണം. അടിക്കുകയും ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല, അവനോട് കൽപ്പിക്കണം. അപ്പോൾ അവിടെ പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, അങ്ങനെ 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള മദ്രസകളിൽ, സ്കൂളുകളിലാണ് അവൻ പറഞ്ഞയക്കേണ്ടത് എന്ന കാര്യം ഓർമ്മിക്കണം. കാരണം പല രക്ഷിതാക്കളും ആ ഒരു ഭാഗത്തെക്കുറിച്ച് വലിയ ബോധമില്ലാതെ മുന്നോട്ട് പോകുന്നവരാണ്. ഭൗതികമായി എങ്ങനെയെങ്കിലുമൊക്കെ വിജ്ഞാനങ്ങൾ, എങ്ങനെയെങ്കിലുമൊക്കെ അറിവ് പഠിക്കാം, അത് ദീനിന് വേറെ മദ്രസയെ പറഞ്ഞയച്ചാൽ മതി എന്നാണ്. അല്ല, നമ്മൾ ദീൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണം. എല്ലായിടത്തും നമുക്ക് ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ നിസ്കാരം സമയത്ത് നിസ്കരിക്കാൻ സാധിക്കുന്നതായ സ്കൂളുകളിലാണ് പറഞ്ഞയക്കേണ്ടത്. അത് കേവലം 7 വയസ്സല്ല, അതിനേക്കാളും ഗൗരവമാണ് ചില മാതാപിതാക്കൾ അവരുടെ പെൺമക്കളെ പറഞ്ഞയക്കുന്ന സ്കൂളുകൾ. അത് 10-15 വയസ്സിൽ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടാവും, എന്നാൽ അവിടെ ജുമാക്ക് പോകാൻ പറ്റുന്നില്ല. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ പറ്റാനുള്ളൊരു സ്ഥലം ഉണ്ടായിട്ട് പോലും കാര്യമില്ല. കാരണം അതിന് പറ്റിയ വേഷം പോലും അവിടെ ധരിക്കാൻ പറ്റുന്നില്ല. മുട്ടോളമാണ് പല സ്കൂളുകളുടെയും വേഷം. അതുപോലെ തന്നെ ഔറത്ത് പൂർണ്ണമായി മറയാത്ത രൂപത്തിലാണ് വേഷം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത്തരം വേഷത്തിൽ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. മാതാപിതാക്കൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. പരലോകത്ത് മാതാപിതാക്കൾ അത് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഇസ്ലാമികമായ വേഷവും ഇസ്ലാമികമായ നിസ്കാരവും മറ്റുമൊക്കെ അവർക്ക് സാധിക്കുന്നതായ പള്ളിക്കൂടങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ. അതല്ല എങ്കിൽ റസൂലുള്ളാഹിന്റെ ഈ ഹദീസ് നിങ്ങൾ എങ്ങനെയാണ് പ്രായോഗവൽക്കരിക്കുക? മുറു അബ്നാഅക്കും ബിസ്സലാത്തി ലിസബ്ഇൻ വദ്രിബൂഹും അലൈഹ ലിഅശ്റിൻ. 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ല അടിക്കണം എന്നൊക്കെ പറയും. നിങ്ങൾക്ക് എന്ത് അവകാശമായിരിക്കും അവരോട് പറയാനുണ്ടാവുക? കാരണം അവരെ പറഞ്ഞയക്കുന്ന സ്കൂളിൽ ലുഹറും അസ്റും കിട്ടൂല. അവർ വയ്യ മഗ്രിബൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ ചിലർ ധരിച്ചിരിക്കുന്നത് ലുഹറൊക്കെ എപ്പോഴും ഇങ്ങനെ വൈകിപ്പിച്ച് അസറിനോടൊപ്പം നിസ്കരിച്ചാൽ മതി, ലുഹർ അതിൻ്റെ സമയത്തൊന്നും നിസ്കരിക്കേണ്ടതില്ല എന്നാണ്. അത് ശരിയല്ല. വല്ലപ്പോഴും നമുക്ക് ജംഅ ചെയ്യേണ്ട ആവശ്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ പതിവായി കുട്ടികൾ അങ്ങനെ ജംഅ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹോദരങ്ങളെ, 4ാമത്തെ നിബന്ധന. ഇത് മുതൽ അങ്ങോട്ടാണ് നിസ്കാരത്തിൻ്റെ പ്രത്യേകതമായ നിബന്ധനകൾ ആരംഭിക്കുന്നത്. അതുപോലെ വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടതും ഈ വിഷയമാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു, വല്ല വിഷയങ്ങളിലും പറഞ്ഞത് മനസ്സിലാവാത്തതോ വല്ലതും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി കാണിച്ചാൽ മതി. ഞാൻ അവിടെ അവസാനിപ്പിച്ച ആ ചോദ്യത്തിന് വൃത്തിയിൽ ഇൻഷാ അല്ലാഹ് മറുപടി പറഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുന്നുള്ളൂ. നമ്മൾ ആ രൂപത്തിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വല്ല സംശയങ്ങൾ നിൽക്കുകയാണെങ്കിൽ ശരിക്കും ചിന്തിച്ച് കൈ ഉയർത്തി ചോദിക്കാവുന്നതാണ്. നാലാമത്തെ നിബന്ധന സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കുക, റഫ്ഉൽ ഹദസ് എന്ന് പറയും. അതായത് അശുദ്ധിയെ ഉയർത്തുക എന്നാണ് ഈ നിബന്ധനയെക്കുറിച്ച് പറയുന്നത്. ഇപ്പം എന്താണ് അശുദ്ധി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അശുദ്ധി എന്ന് പറയുന്നത് അഴുക്കാവുക എന്നുള്ളതല്ല. അശുദ്ധി എന്ന് ഷറഈന്റെ ഭാഷയിൽ ഹദസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാലിന്യം ഉണ്ടാവുക എന്നുള്ളതല്ല, അത് വേറെ കാര്യമാണ്. അശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് തൊട്ടറിയാൻ പറ്റാത്തതായ ഒരു വിധിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഹദസ് എന്നാണ് അറബി ഭാഷയിൽ പറയുന്നത്. അതായത് ഒരാൾക്ക് വുളു നിർബന്ധമാകുന്ന ചില കാര്യങ്ങൾ അയാൾ സംഭവിക്കുക. വുളു നിർബന്ധമാകുന്ന കാര്യങ്ങൾ, മലമൂത്ര വിസർജനം ഒരാൾ നടത്തിയാൽ, ഈശ്വാസം പോയാൽ, അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് വേഗത്തിൽ പറയുന്നുണ്ട്. അതൊരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ അശുദ്ധിക്കാരനാണ്. ചിലപ്പോൾ ബാഹ്യമായ നല്ലൊരു വൃത്തിയായിരിക്കും, യാതൊരു കുഴപ്പം ഉണ്ടാവില്ല, അയാൾ നല്ല വൃത്തിയിൽ തന്നെയാണുള്ളത്, ഒരു കുഴപ്പം അയാളിൽ ഉണ്ടാവുകയില്ല. പക്ഷേ അശുദ്ധിയാണ് ദീൻ ഇസ്ലാം പരിഗണിക്കുന്നത്. ആ അശുദ്ധിയോടുകൂടി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അതുപോലെ വലിയ ശുദ്ധിയുണ്ട്, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളുണ്ട്. അതൊരാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം അയാളുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നമുക്ക് വുളു നിർബന്ധമാകുന്ന കാര്യങ്ങളെ നമ്മൾ ഉയർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ വുളു നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് അയാൾ വുളു എടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് അവൻ വുളു എടുത്തുകൊണ്ട് അവൻ്റെ നിസ്കാരം മുന്നിടേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ അഹ്ദസ ഹത്താ യതവല്ല. നിങ്ങളിൽ ഒരാൾക്ക് ഹദസ് സംഭവിച്ചാൽ, ചെറിയ അശുദ്ധി സംഭവിച്ചാൽ, വുളു എടുക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ്. ഇപ്പോൾ ഒരാൾ ചെറിയ അശുദ്ധിയിൽപ്പെട്ടതാണ് മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ളത്. മുൻപിൻ ദ്വാരങ്ങളിലൂടെ എന്ത് പുറത്തേക്ക് പോയാലും ഒരാളുടെ വുളു മുറിയുന്ന കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, ചില പ്രത്യേക കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ വുളു മുറിയുന്ന കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഒരാൾ തൻ്റെ ലൈംഗിക അവയവം സ്പർശിക്കുക എന്നുള്ളത് അത് വുളു മുറിയുന്ന കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. ചില മദ്ഹബുകളിൽ അഭിപ്രായ വ്യത്യാസം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും പൊതുവെ പണ്ഡിതന്മാർ സൂക്ഷ്മതയുടെ അഭിപ്രായമായി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് വുളു മുറിയുമെന്നുള്ളതാണ്. അതുപോലെ ചില കാര്യങ്ങൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തൻ്റെ ഒട്ടക ഇറച്ചി ഭക്ഷിക്കുക പോലെയുള്ള ചില കാര്യങ്ങളും വുളു മുറിയുന്ന കാര്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് മുൻപിൻ ദ്വാരങ്ങളിലൂടെ വല്ലതും പുറത്തേക്ക് പോയാൽ, അത് ശുദ്ധിയുള്ള കാര്യമാണെങ്കിലും ശരി, മാലിന്യമായ നജസുകളാണെങ്കിലും ശരി, അതെല്ലാം തന്നെ വുളുവിനെ മുറിച്ച് കളയുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്യേണ്ട കാര്യം അയാൾ വുളു എടുക്കുക എന്നുള്ളതാണ്. ആ വുളു എടുക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല. ഇപ്പോൾ വുളു എടുക്കുക നിസ്കാരത്തിൻ്റെ നിബന്ധനയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ നമുക്ക് നീങ്ങേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ്, ഞാൻ നിസ്കരിച്ചു പക്ഷേ അവിടെ വുളു എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചു, ഞാൻ ജനാപത്തുകാരനായിരുന്നു, വലിയ ശുദ്ധി ഉണ്ടായിരുന്നു, പക്ഷെ കുളിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു, എൻ്റെ നിസ്കാരത്തിൻ്റെ വിധി എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്കാരം ശരിയായിട്ടില്ല എന്നാണ്. അതാണ് ഈ നിബന്ധനകളുടെ പ്രത്യേകത. അതാണ്. അതിലൊരു നിബന്ധന മാത്രം, അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, ഇൻഷാ അല്ലാഹ് അത് പറയാം. ഈ നിബന്ധനകളുടെ പ്രത്യേകത അതാണ്. ഒരാൾ മറന്നിട്ടാണെങ്കിലും ശരി, അയാളിൽ ആ നിബന്ധന അയാൾ പാലിച്ചിട്ടില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിസ്കാരം അതുകൊണ്ട് ശരിയാവുകയില്ല എന്നാണ്. വുളു അയാൾക്ക് എടുക്കേണ്ടതായ നിർബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ വുളു അവൻ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വുളുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതുപോലെ വലിയ ശുദ്ധിയുമായി ബന്ധപ്പെട്ട അഥവാ ജനാപത്തുമായി ബന്ധപ്പെട്ട കുളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പറയാം. കാരണം അത് പറയാതെ നമുക്ക് വലിയ ശുദ്ധി അല്ലെങ്കിൽ ശുദ്ധീകരണം എന്നുള്ള കാര്യം അത് പൂർത്തിയാവുകയില്ല. ഇപ്പോൾ വുളു സഹോദരങ്ങളെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വുളുവിനെ കുറിച്ച് മാത്രം പറയാൻ ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ 5-ാമത്തെ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ നിസ്കാരം ഉദ്ദേശിച്ചാൽ, ഫഗ്സിലു വുജൂഹക്കും നിങ്ങളുടെ മുഖം കഴുകണം, വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് മുട്ടുൾപ്പെടെ നിങ്ങൾ കൈ കഴുകണം, വംസഹു ബിറൂസിക്കും നിങ്ങൾ നിങ്ങളുടെ തല തടവണം, വഅർജുലക്കും ഇലൽ കഅബൈൻ രണ്ട് നെരിയാണി ഉൾപ്പെടെ രണ്ട് കാലുകളും കഴുകണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ട കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്തിൻ്റെ ഈ ഭാഗത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വുളു അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ മുഴുവൻ നിബന്ധനകൾ, ഫർളുകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്താണ് വുളു സഹോദരങ്ങളെ? അതിന് പണ്ഡിതന്മാർ അതിൻ്റെ നിബന്ധനകൾ, വുളുവിന് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വുളുവിന് അതിൻ്റെ നിർബന്ധമായി ചെയ്തിരിക്കേണ്ടതായ അതിൻ്റെ അമലുകളിൽപ്പെട്ട ഫർളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വുളുവിൻ്റെ നിബന്ധനകൾ? വളരെ എളുപ്പമുള്ള ചില നിബന്ധനകളാണ്. വുളു എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അതിന് നജസാകാൻ പാടില്ല.
വുളു ഉപയോഗിക്കാൻ, കാരണം നജസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം സ്വീകാര്യമാകുകയില്ല. അതുകൊണ്ട് വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത് ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം. ശുദ്ധിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ കിണറിൽ നിന്ന് വരുന്ന വെള്ളം, പൈപ്പിലുള്ള വെള്ളം, ഇതൊക്കെ ശുദ്ധിയുള്ള വെള്ളം. അപ്പം അങ്ങനെയുള്ള ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം നമുക്ക് വുളു എടുക്കാൻ വേണ്ടത്. വുളു എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എവിടെയും വുളു തൊലിയിലെത്താൻ തടസ്സമാകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കയ്യിലുള്ള മോതിരമോ വളയോ ഇതൊക്കെ വളരെ ടൈറ്റായി കിടക്കുകയും വെള്ളം അവിടെ എത്താതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ നെയിൽ പോളിഷ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ചില പെൺകുട്ടികൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നഖത്തിലേക്ക് വെള്ളം എത്താതിരിക്കാൻ കാരണമാകുന്നതാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അതല്ലാത്ത മൈലാഞ്ചികളെ പോലെയുള്ള കാര്യം, അതേത് ടൈപ്പ് മൈലാഞ്ചി ആണെങ്കിലും കുഴപ്പമില്ല, അവിടെ ഒരു ലെയറായി നിൽക്കാതിരുന്നാൽ മതി. ഒരു ലെയറായി നിൽക്കുക എന്നുള്ളതാണ് അവിടെ വിഷയം. പലർക്കും അതിലൊരു അബദ്ധമുണ്ട്, ധാരണയുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു നിറം മാറ്റം ഉണ്ടായാൽ വെള്ളം അവിടെ എത്തില്ല. അങ്ങനെയല്ല. ഒരു മഷി നമ്മുടെ കയ്യിലുണ്ടായാലും ശരി, അതല്ലെങ്കിൽ മൈലാഞ്ചി ഉണ്ടായാലും ശരി, അങ്ങനെയുള്ള വല്ല കാര്യങ്ങളുണ്ടായാലും ശരി, അതൊരു 3D ആയിട്ട് നിൽക്കുന്നില്ല. അത് ചുരണ്ടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള അതോ അങ്ങനെ ശരീരത്തിനോട് ചേർന്നതാണ് എങ്കിൽ അതൊരിക്കലും തന്നെ നമ്മുടെ വുളു എന്താവുന്നില്ല, അവിടെ തൊലിയിലെത്തുന്നതിന് തടസ്സം നിൽക്കുന്നില്ല. എന്നാൽ നമുക്ക് ചുരണ്ടിയെടുക്കാൻ പറ്റുന്ന ലെയർ പോലെയുള്ള വല്ല വസ്തുക്കളുമാണ് എങ്കിൽ അതെന്തും ആകട്ടെ, അതിപ്പോൾ പ്രത്യേക ഇന്നതാണെന്ന് പറഞ്ഞ് ചോദിക്കേണ്ടതില്ല. അത് പെയിൻ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ, ഇനി ആ തരത്തിലുള്ള വല്ല മൈലാഞ്ചി ഇറങ്ങുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ, എന്താണെങ്കിലും അങ്ങനെ ഒരു ലെയറായിട്ട് നമുക്ക് ചുരണ്ടിയെടുക്കാൻ പറ്റുന്ന ഒരു 3D ടെക്സ്ചറായി നിൽക്കുന്നതാണ് എങ്കിൽ അത് തൊലിയിൽ വെള്ളം എത്തിക്കുന്നതിന് തടസ്സമുണ്ടാക്കും. അപ്പം അത് ഉണ്ടാകാൻ പാടില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതല്ലാത്ത രൂപത്തിൽ നമ്മുടെ വുളുവിൻ്റെ അവയവങ്ങളിലെല്ലാം വെള്ളം എത്തുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി സഹോദരങ്ങളെ, ഈ വുളു എടുക്കേണ്ടത് 6 ഫർളുകൾ പാലിച്ചുകൊണ്ടാണ്. അതാണ് ഈ ആയത്തിലുള്ളത്. 6 ഫർളുകൾ എന്ന് പറഞ്ഞാൽ അതിൽ 4 അവയവങ്ങളുണ്ട്. വുളുവിന് 4 അവയവങ്ങളാണുള്ളത്. ഒന്ന് മുഖമാണ്, 2 കൈയാണ്, പിന്നെ തലയാണ്, പിന്നെ കാലാണ്. ഈ 4 അവയവങ്ങളും കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ മുഖം കഴുകുക എന്നാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ 3 പ്രാവശ്യം മുൻകൈയൊക്കെ കഴുകുന്നുണ്ടല്ലോ എന്നാണ്. അതുണ്ട്. അത് വുളുവിൻ്റെ പൂർണ്ണമായ രൂപമാണ്. വുളുവിന് അതിൻ്റെ പൂർണ്ണമായ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മഹാന്മാരായ സ്വഹാബികൾ അതുപോലെ മറ്റ് സ്വഹാബികൾക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതുപോലെ മറ്റുള്ളവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്ത് ഇങ്ങനെയാണ് റസൂലുള്ളാഹി വുളു എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആരംഭത്തിൽ 3 പ്രാവശ്യം കൈ കഴുകുന്നുണ്ട്, അതുപോലെ ദന്തശുദ്ധീകരണം നടത്തുന്നുണ്ട്. ഇതൊക്കെ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇനിയുള്ളതാണ് ഫർള്. അതായത് ഒന്നാമത്തെ ഫർള് എന്ന് പറയുന്നത് മുഖം കഴുകുക എന്നുള്ളതാണ്. മുഖം കഴുകലാണ് ഒന്നാമത്തെ ഫർള്. അതിന് മുമ്പുള്ള കാര്യം ഒരാൾ ചെയ്തിട്ടില്ലെങ്കിലും ഒരാളുടെ വുളു ശരിയാകുന്നതായിരിക്കും. ഒന്നാമത്തെ ഫർള് മുഖം ഒരാൾ കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ മുഖം കഴുകുക എന്ന് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് വുളു ശരിയാകണമെങ്കിൽ അയാളുടെ മുഖം, അയാളുടെ നെറ്റിയുടെ മുടി എവിടെ നിന്നാണോ ആരംഭിക്കുന്നത് അവിടുന്ന് മുതൽ അയാളുടെ താടി വരെ, അതായത് നമ്മൾ നേരെ കാണുന്ന ഈ താടി വരെയുള്ള ഭാഗം അത് പൂർണ്ണമായി ഒരാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കഴുകേണ്ടതുണ്ട്. അതുപോലെ അതിൻ്റെ വീതി 2 ചെവിക്കുറ്റി അത് രണ്ടും കഴുകേണ്ടതുണ്ട്. ഇവിടെ മുടിയുടെ അവസാനിക്കുമെങ്കിലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുടിയുടെ അവസാനിക്കുമെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തൊരു വെള്ളയുണ്ട്. ആ ചെവിക്കുറ്റി വരെയുള്ള ഭാഗം അത് നനയേണ്ട ഭാഗമാണ്. അങ്ങനെ നീളത്തിൽ ഈ മുഖത്തിൻ്റെ ഈ ഭാഗവും വീതിയിൽ 2 ചെവിക്കുറ്റിൻ്റെ ഇടയിലുള്ള ഭാഗവും പൂർണ്ണമായി കഴുകണം. അതോടൊപ്പം മൽമലത്തും ഇസ്തിൻഷാക്കും ചെയ്യണം. മൽമലത്ത് എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്നുള്ളതാണ്. ഇസ്തിൻഷാക്ക് എന്ന് പറഞ്ഞാൽ മൂക്കിനകത്ത് വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതാണ്. ഇത് രണ്ടും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് രണ്ടിനും പണ്ഡിതന്മാർ പറയാണ് അത് ഉള്ളിൽ ഒരു ആന്തരിക അവയവമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും അതിന് ഹുക്മു ദാഹിറാണ്. ബാഹ്യമായ അവയവത്തിൻ്റെ ഹുക്കുമാണ് അതിനുള്ളത്. അല്ല, അതുകൊണ്ടാണല്ലോ നമുക്ക് നോമ്പിന് വായിൽ ഒരാൾ വെള്ളം എടുത്താൽ അയാൾ നോമ്പ് മുറിയുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം വായ ഉള്ളിലാണെങ്കിലും അതിന് ബാഹ്യമായ ഹുക്കുമാണ്. തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ ഒരാളെ നോമ്പ് മുറിയുള്ളൂ. ഒരാൾ വായിൽ വെള്ളം എടുത്താൽ നോമ്പ് മുറിയുന്നില്ല. കാരണം അത് ബാഹ്യമായ അവയവത്തിൻ്റെ ഹുക്കുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുഖം കഴുകുന്നത് പോലെ തന്നെ വായ കഴുകണം. അതുപോലെ തന്നെ മൂക്കും അതിൽ വെള്ളം നനയേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പം അതാണ് ഒന്നാമത്തെ ഫർദിൻ്റെ അവയവം. രണ്ടാമത്തെ അവയവം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും മിനൽ മറാഫിഖ്. മുട്ടുൾപ്പെടെ 2 കൈകളും കഴുകുക, കൈമുട്ടുൾപ്പെടെ എന്നാണ്. അത് ഉൾപ്പെടെ കഴുകാനാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അല്ല, അവിടുന്ന് പലപ്പോഴും അത് പൂർണ്ണമായി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കുറച്ച് കഴുത്തി കഴുകാനും അവിടെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് കഴുകുന്ന സമയത്ത് അങ്ങനെ ഷർട്ടുകളും മറ്റുമൊക്കെ കയറ്റി വെക്കുന്ന സമയത്ത് അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ശ്രദ്ധിക്കണം, മുട്ട് ഉൾപ്പെടെ നനയണം. ചിലപ്പോൾ തിരക്കിനൊക്കെ വുളു എടുക്കുന്ന സമയത്ത് ആ മുട്ട് അവിടെ നനയാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ആയാൽ വുളു ശരിയാവുകയില്ല. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സ്വഹാബിയുടെ കാലിൻ്റെ ഭാഗത്ത് ചെറിയൊരു നാണയത്തൊട്ട് മാത്രം അത്രമാത്രം വെള്ളം നനയാത്തതായി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൈലുൽ അഖാബി മിനന്നാർ, നരകത്തിലുള്ള കണങ്കാലുകൾക്ക് നാശമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം എന്താണ്? കാരണം അയാളുടെ വുളു അവിടെ വെള്ളം എത്തിയിട്ടില്ല എങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല. നിസ്കാരം ശരിയായിട്ടില്ലെങ്കിൽ പിന്നീട് നരകമാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ഇത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ കൈ അല്പം നേരത്തെ തന്നെ വസ്ത്രം കയറ്റി വെച്ച് കഴിഞ്ഞാൽ മുട്ടുൾപ്പെടെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൃത്യമായിട്ട് കഴുകാൻ പറ്റുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 2 കൈകളും അങ്ങനെ കഴുകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫർളായിട്ടുള്ള കാര്യം. ഇവിടെ ഈ 2 കാര്യങ്ങളും ഇവിടെ വലത്തെ കൈയിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. പണ്ഡിതന്മാർ പറയാണ് വലത് ഇടതും ഉള്ള കാര്യത്തിൽ 2 അവയവങ്ങളുള്ള കാര്യത്തിൽ, ഇപ്പം കൈക്കും കാലിനും ഒക്കെ 2 അവയവങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ വലതിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഒരാളെങ്ങനെയെങ്കിലും അബദ്ധവശാൽ ഇടത്തെ കൈ ആദ്യം കഴുകിയെന്ന് വിചാരിക്കുക, അതുകൊണ്ട് തന്നെ മാറ്റി കൊടുക്കേണ്ടതില്ല. അതായത് വലത്ത് കഴുകി പിന്നെയും ഇടത്തേക്ക് കഴുകേണ്ട ആവശ്യമില്ല. കാരണം കൈ എന്ന് പറയുന്ന ഒരൊറ്റ അവയവമായിട്ടാണ് പരിഗണിക്കുന്നത്. അതിൻ്റെ വലതുഭാഗം മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഒരാൾ ഇടതുഭാഗം ആദ്യം കഴുകിയാലും ശരി, അത് ശരിയാകുന്നതാണ്. ഇമാം നവവി റഹിമഹുല്ലാഹി പോലുള്ള ആളുകൾ അത് ഇജ്മാ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. 3ാമത്തെ അവയവം സഹോദരങ്ങളെ തല തടവുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു വംസഹു ബിറുഊസിക്കും, തല തടവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് തല തടവുക. നാട്ടിൽ പല ആളുകളും പല രൂപത്തിൽ തടവുന്നത് കാണാൻ സാധിക്കും. പല സ്ഥലത്തും പഴയ സമസ്തയുടെ മദ്രസകളിലൊക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ വെള്ളം ഹൗദിൽ നിന്നാകട്ടെ പൈപ്പിൽ നിന്നാകട്ടെ കൈ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ചെയ്യാൻ യാതൊരു തെളിവുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് വുളു എടുത്തത് എന്നുള്ളത് സ്വഹാബികൾ നമ്മൾ കാണുന്നത് പോലെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ ആ ഹദീസുകൾ വായിച്ചു നോക്കിയാൽ ആ വുളു നമ്മൾ നോക്കിക്കാണുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ അവയവങ്ങൾ എവിടെ വെച്ചു, വിരൽ എവിടെ വെച്ചു എന്നതൊക്കെ വളരെ കൃത്യമാണ്. അല്ലാതെ മൊത്തത്തിൽ പറഞ്ഞു പോവുകയല്ല ചെയ്തത്. തല കഴുകി മുഖം കഴുകി അങ്ങനെ പറഞ്ഞു പോവുകയല്ല ചെയ്തത്. മറിച്ച് തല തടവുന്ന വേളയിൽ അവിടുന്ന് കൃത്യമായി പറഞ്ഞു തരികയാണ്. അവിടുന്ന് മുൻഭാഗത്തുനിന്ന്, മുടിയുടെ മുൻഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ട് പിൻഭാഗത്ത് വരെ, അവിടെ ഖഫാഹു അദ്ദേഹത്തിൻ്റെ പെരടി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി, എന്നിട്ട് തിരിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയാണ് തടവേണ്ടത്. അത് ഈ രൂപത്തിൽ വെള്ളം ഇങ്ങനെ എടുത്ത് അതിൽ കയ്യിൽ നനവുണ്ടാക്കി മുൻഭാഗത്തും തുടങ്ങി പിൻഭാഗത്ത് പെരടി വരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി മുഴുവൻ തടവേണ്ടതില്ല. കാരണം തല തടവാനാണ് പറഞ്ഞിട്ടുള്ളത്, മുടി തടവാനല്ല. മുടി ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് കുറച്ചധികം മുടി ഉണ്ടായേക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് എത്തുന്ന മുടി ഉണ്ടായേക്കാം. അത് മുഴുവൻ തടവേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പെരടി എത്തുന്ന ആ ഭാഗം, മുടി മുളക്കുന്ന ഭാഗം, തലയുടെ മുകളിലുള്ള ഭാഗം, അവിടെ വരെ തടവുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായി തടവാനാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഭാഗത്തല്ല. അത് 2 കൈയിലും പൂർണ്ണമായി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അത് തടവാവുന്നതാണ്. അങ്ങനെ അത് തിരിച്ചും അതേപോലെ കൊണ്ടുവരിക. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് കൃത്യമായി തടവുക. ആ തല തടവുന്നതോടൊപ്പം തന്നെ അതേ വെള്ളം കൊണ്ട് തന്നെ ഒരാൾ ചെവിയും കൂടി തടവുക എന്നുള്ളത് ഭാഗത്തിൽപ്പെട്ടതാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് അത് അൽ ഉദ്നാനി മിനർ റസ്, 2 ചെവികളും തലയിൽപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ചെവികളും അതോടൊപ്പം തന്നെ തടവുക. അതിന് പ്രത്യേകം വെള്ളം എടുക്കേണ്ടതില്ല, അതോടൊപ്പം തന്നെ തടവുക. തടവുന്ന സമയത്തും അത് എളുപ്പമാണ്. 2 ചൂണ്ടുവിരലുകൾ ചെവിയുടെ ഉൾഭാഗത്തേക്ക് വെച്ചാൽ ആ ചൂണ്ടുവിരലുകൾ കൊണ്ട് ചെവിയുടെ ഉൾഭാഗം തടവാൻ പറ്റും. അതുപോലെ തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറം ഭാഗം തടവാൻ പറ്റും. ഇതൊക്കെ തടവാനുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പോയിന്റിൽ അത് വെള്ളം എത്തിയിട്ടില്ല എന്നത് ഒരാൾക്കൊരു വസ്വാസാകേണ്ട കാര്യമില്ല. അവിടെ കഴുകാൻ കൽപ്പിക്കപ്പെട്ട കാര്യമല്ല. തടവാൻ കൽപ്പിക്കപ്പെട്ട ഏതൊരു കാര്യത്തിനും അത് മാക്സിമം ചെയ്യുക എന്നത് മാത്രമേ പണ്ഡിതന്മാർ അതിൽ ഷർത്തായി പറയുന്നുള്ളൂ. അത് പൂർണ്ണമായി ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണം എന്നില്ല. എവിടെയെങ്കിലൊക്കെ ചെറിയൊരു പൊടി തടവൽ നനയാത്ത ഭാഗമുണ്ടെങ്കിൽ അത് കുഴപ്പമുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. അവസാനത്തെ കാര്യം സഹോദരങ്ങളെ, അല്ലാഹു തആല പറഞ്ഞത് അർജുലക്കും ഇലൽ കഅബൈൻ, 2 നെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെരിയാണി ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെരിയാണി നനയണം, അതിൻ്റെ താഴെ ആകാൻ പാടില്ല. അവിടെ പലരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലർ വുളു എടുക്കുന്ന സമയത്ത് ടാപ്പ് വാട്ടർ ഇങ്ങനെ തുറന്നിട്ട് കാലിങ്ങനെ വെറുതെ നീട്ടിവെക്കും. അങ്ങനെ കാല് വെറുതെ നീട്ടിവെച്ച് വേഗത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം തട്ടിത്തെറിച്ച് ചില ഭാഗത്ത് എത്താത്തതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് അത് ശരിക്കും ശ്രദ്ധിക്കണം. ആ ഭാഗം കൂടി നനയാൻ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പൂർണ്ണമായി നനയാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അവിടെ അതിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് നമ്മുടെ വിരലുകൾ കൊണ്ട് ആ കാലിൻ്റെ കൈയുടെ ചെറുവിരലോ അതല്ലെങ്കിൽ മറ്റു വിരലുകളോ കൊണ്ട് കാലിൻ്റെ ഭാഗങ്ങളിൽ തടവുക, അവിടെ ഒന്ന് കയ്യിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്താൽ അവിടെ വെള്ളം എത്തി എന്നുള്ളത് ഉറപ്പുവരുത്തും. അത് ഫർളായ കാര്യമല്ല. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ വുളു എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇതെല്ലാം പാലിച്ച് നമ്മൾ വുളു എടുക്കുന്ന സമയത്ത്
അത് നമ്മുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരാൻ കാരണമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തതഹറ കമാ ഉമിർ, ആരെങ്കിലും കൽപ്പിക്കപ്പെട്ടതുപോലെ ശുദ്ധീകരിച്ചു, വസല്ല കമാ ഉമിർ, കൽപ്പിക്കപ്പെട്ടതുപോലെ നിസ്കരിച്ചു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ അമലിൻ, അവൻ്റെ കഴിഞ്ഞു പോയിട്ടുള്ള തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കും. അവിടെ പ്രത്യേകം അടിവരായിട്ട് പറഞ്ഞു കമാ ഉമിർ, അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ വുളു എടുക്കണം, അതുപോലെ തന്നെ നിസ്കരിക്കണം. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ആ നിയ്യത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഖൈറുള്ള കാര്യമാണ്. അല്ല, നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വുളുവിൻ്റെ വെള്ളത്തുള്ളി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഹദീസിൽ കാണാൻ സാധിക്കും, അതിൻ്റെ അവസാന വെള്ളത്തുള്ളി പോകുമ്പോഴും നമ്മുടെ പാപങ്ങൾ പുറത്തുവിട്ടുകയാണ്. നമ്മുടെ നഖത്തിൻ്റെ അടിയിലൂടെ വെള്ളം പോകുമ്പോൾ അവിടെ കൈകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ പുറത്തുവിട്ടുകയാണ്. മുഖം കഴുകുമ്പോൾ കണ്ണിലൂടെയും മറ്റുമൊക്കെ സംഭവിച്ചു പോകുന്ന പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുതരികയാണ്. കാല് കഴുകുമ്പോൾ കാലിനും മറ്റും സംഭവിച്ചു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയാണ്. വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അങ്ങനെ വുളു എടുക്കുക എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പറയാൻ തന്നെ സഹോദരങ്ങളെ ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് ചുരുക്കത്തിൽ അത് പറഞ്ഞ കാര്യം അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ ഏത് നിബന്ധനയിലാണ് ഉള്ളത് എന്നുള്ളത് ഓർമ്മ വേണം. നമ്മൾ 4ാമത്തെ നിബന്ധനയിലാണ്, റഫ്ഉൽ ഹദസിലാണുള്ളത്. നിസ്കാരം ശരിയാകാനുള്ള 4ാമത്തെ നിബന്ധനയിലാണ്. അതിലൊരാൾക്ക് വുളു നിർബന്ധമാകുന്ന കാര്യം സംഭവിച്ചാൽ അയാൾ വുളു എടുക്കണം എന്ന കാര്യമാണ് പറയുന്നത്. ഇനി ഒരാൾക്ക് കുളി നിർബന്ധമാകുന്ന കാര്യം സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അതിന് എന്താണ് കുളി നിർബന്ധമാകുന്ന കാര്യം? കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഒന്ന് ജനാപത്തുകാരനാവുക എന്നുള്ളതാണ്. അത് പുരുഷനും സ്ത്രീക്കും സംഭവിക്കും. ജനാപത്തുകാരനാകുമ്പോൾ കുളി നിർബന്ധമാകുക എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷൻ അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് തന്നെ മതിയായതാണ്. അവരിൽ നിന്ന് വല്ലതും പുറത്തു പോകുക എന്നുള്ള നിബന്ധനയില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അഥവാ അവരുടെ ലൈംഗിക അവയവങ്ങൾ പരസ്പരം സ്പർശിക്കുക, അതിലേക്ക് പ്രവേശിപ്പിക്കുക എന്നത് തന്നെ ഒരാൾക്ക് കുളി നിർബന്ധമായ കാര്യമാണ്. ഇനി അതിൽ നിന്ന് വല്ലതും പുറത്തു പോയാൽ അതിൽ സംശയവുമില്ല, അത് കുളിയെ നിർബന്ധമാക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ അത് കുളി നിർബന്ധമാക്കുന്ന കാര്യമാണ്. കാരണം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതറിയാതെ വരുന്നതായിരിക്കും. സ്വപ്നസ്ഖലനം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കുളിക്കാൻ നിർബന്ധമാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുപാട് മദീനയിൽപ്പെട്ട സ്ത്രീകൾ ചോദിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ സഹോദരങ്ങളെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈല് കഴിഞ്ഞാൽ, ഹൈൽ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ശുദ്ധിയാണ്. ആ ഹൈല് കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം കുളിക്കേണ്ടതുണ്ട്, എന്നാലേ നിസ്കാരം പിന്നീട് ശരിയാവുകയുള്ളൂ. അതുപോലെ പ്രസവം കഴിഞ്ഞ് നിഫാസ് ഉണ്ടാകും, പ്രസവരക്തമുണ്ടാകും. 40 ദിവസം വരെയൊക്കെ നിലനിൽക്കാവുന്ന പ്രസവരക്തം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ, ഈ കുളി കഴിഞ്ഞാൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. ഇതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ കുളിയുടെ രൂപം മാത്രമേ ഉള്ളൂ. അത് ജനാപത്തിൻ്റെ കുളിയാണെങ്കിലും ശരി, അതല്ല ഈ പറയുന്ന സ്വപ്നസ്ഖലനം സംഭവിച്ചിട്ടുള്ള കുളിയാണെങ്കിലും ശരി, അതല്ല ഈ പറഞ്ഞതുപോലെയുള്ള ഹൈലോ നിഫാസോ കഴിഞ്ഞിട്ടുള്ള കുളിയാണെങ്കിലും ശരി, അതിനെല്ലാം ഒരു രൂപമേ ഉള്ളൂ. അത് വളരെ എളുപ്പമുള്ള രൂപമാണ്. അതിൻ്റെ പൂർണ്ണമായ രൂപവുമുണ്ട്, ശരിയാകാനുള്ള രൂപവുമുണ്ട്. ശരിയാകാനുള്ള രൂപം എന്ന് പറഞ്ഞാൽ ആ നിലക്ക് കുളിച്ചാൽ നിസ്കാരവും മറ്റുമൊക്കെ ശരിയാകും, ത്വഹാറത്ത് ശരിയായിട്ടുണ്ട്. പൂർണ്ണമായ രൂപം എന്ന് പറഞ്ഞാൽ ആ നിലക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുളി എങ്ങനെയായിരുന്നു എന്നുള്ളത് അവിടുത്തെ വീടകങ്ങളിലെ കാര്യം ഏറ്റവും നന്നായി അറിയുന്ന നമ്മുടെ ഉമ്മമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ നമുക്കത് വിവരിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2 ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുളി വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പൂർണ്ണ രൂപം സഹോദരങ്ങളെ ഈ പറയാൻ പോകുന്ന രൂപത്തിലാണ്. ആദ്യമായി ലൈംഗികാവയവങ്ങൾ കൃത്യമായി വൃത്തിയാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ മറ്റു കാര്യങ്ങൾ കൊണ്ട് വൃത്തിയാക്കിയിരുന്നു കാണാം. ഈ കാലഘട്ടത്തിലാണെങ്കിൽ സോപ്പോ മറ്റോ കൊണ്ട് ഒരാൾക്ക് അത് വൃത്തിയാക്കാം. അങ്ങനെ ലൈംഗിക ഭാഗങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് സ്പർശിക്കേണ്ടതില്ല. അതിനുശേഷം ഒരാളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ വുളു എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2 റിവായത്തുകളാണ് ഭാര്യമാർ ഉദ്ധരിച്ചത്. ഒരു റിവായത്തിൽ പൂർണ്ണമായ വുളു എടുക്കുക എന്നുള്ളതിൽ തല തടവുക എന്നതിൽ അവസാനിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. വേറൊരു റിവായത്തിൽ പൂർണ്ണമായി കാലുൾപ്പെടെ കഴുകുക എന്ന രൂപത്തിലാണ്. അപ്പം അങ്ങനെ കാലുൾപ്പെടെ കഴുകുക, അതല്ലെങ്കിൽ തല തടവുന്നതിൽ നിർത്തുക, അതാണ് കൂടുതൽ അഭികാമ്യമായി തോന്നുന്നത്. വല്ലാഹു അലം. അപ്പം അങ്ങനെ ഒരാൾ നിർത്തുക. അതിനുശേഷം പിന്നീട് തല കഴുകുക. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല കഴുകി എന്ന് കാണാൻ സാധിക്കും. തല കഴുകുമ്പോൾ തലയോട്ടിയിലേക്ക് വെള്ളം എത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം പിന്നീട് ശരീരത്തിൻ്റെ വലതുഭാഗവും ഇടതുഭാഗവും ഒക്കെ കഴുകാം. അവിടെ എണ്ണത്തിൻ്റെ കണക്കില്ല. പണ്ഡിതന്മാർ പറയണം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര 3 പ്രാവശ്യം പറഞ്ഞു, അത് തലയിൽ മാത്രമാണ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും എണ്ണത്തിൻ്റെ കണക്കില്ല. എല്ലാ ഭാഗത്തും നനയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊരുപാട് വെള്ളത്തിൻ്റെ ആവശ്യവുമില്ല. ഹദീസുകളിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വെള്ളം അത് 4 or 5 മുദ്ദുകൾ മാത്രമായിരുന്നു. അത് ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അര ബക്കറ്റ് പോലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തിട്ടുള്ളൂ, കുളിച്ചിട്ടുള്ളൂ എന്ന് കാണാൻ സാധിക്കും. ഇത് കേട്ടപ്പോൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് കുറച്ച് മുടിയുണ്ട്, അപ്പോൾ എനിക്ക് ഇത്ര വെള്ളം മതിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ
മറുപടി പറഞ്ഞത് താങ്കളെക്കാൾ കൂടുതൽ മുടിയുള്ള, താങ്കളെക്കാൾ കൂടുതൽ ഖുശൂഉള്ള ഒരാൾ ഇങ്ങനെ കുളിച്ചിട്ടുണ്ട്. ആ സ്വഹാബി ഉദ്ദേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുളിച്ചിട്ടുണ്ട് എന്നാണ്. അത് ഒരുപാട് വെള്ളം വേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞത് അതിനേക്കൊരു വസ്വാസിലേക്ക് പോകേണ്ടതില്ല. ചില ആളുകൾ ത്വഹാറത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് വെള്ളം ഉപയോഗിക്കും. അത് വുളു എടുക്കുന്ന സമയത്താകട്ടെ കുളിക്കുന്ന സമയത്താകട്ടെ കുറേ വെള്ളം ഉണ്ടായാലേ നമ്മളെ അമലുകളൊക്കെ ശരിയാകും. അല്ല, എല്ലാ ഭാഗത്തേക്കും നനയുക എന്നുള്ളത് തന്നെ മതിയായതാണ്. അപ്പം അങ്ങനെ പൂർണ്ണമായി കുളിച്ചു. അപ്പോൾ ആ കുളിക്കുന്ന വേളയിൽ ഒരിക്കലും ലൈംഗികാവയം സ്പർശിക്കേണ്ടതില്ല. നാം നേരത്തെ പറഞ്ഞു വുളു മുറിയുന്ന കാര്യത്തിൽ പെട്ടതാണ് അത്. ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും. എന്നിട്ട് അവസാനം ആ കുളിച്ച സ്ഥലത്ത് നിന്ന് അല്പം മാറി നിന്നിട്ട് നമ്മൾ നേരത്തെ കാല് ബാക്കിയുണ്ടാകും കഴുകാൻ, ആ കാല് കൂടി കഴുകിയാൽ നമ്മുടെ കുളി പൂർണ്ണമായി പൂർത്തിയായി. ഇതാണ് കുളിയുടെ പൂർണ്ണ രൂപം. ഇനി ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ കുളി ശരിയാകേണ്ട ഒരു രൂപം കൂടിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ശുദ്ധി, എല്ലാ സമയത്തും നമുക്ക് നീയത്ത് വേണം. വലിയ ശുദ്ധിയുടെ നീയത്തിൽ ഒരാൾ മുഴുവനായിട്ട് ഒരു ഷവറിൻ്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ശരീരഭാഗം നനഞ്ഞു. അവിടെ നനയാൻ ബാക്കി ഉണ്ടാവുക നമ്മൾ വുളു എടുക്കാത്തത് കൊണ്ട് വായും മൂക്കുമായിരിക്കും. അതും കൂടി ഒരാൾ വെള്ളം വായിൽ കൊപ്പിളിച്ചു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായി? അയാളുടെ കുളി അത് പൂർണ്ണമായി അയാൾക്ക് ശരിയായിട്ടുണ്ട്. ഒരാൾ നീയത്തോടു കൂടി ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടിയെന്ന് വിചാരിക്കുക, ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരാൾ എടുത്ത് ചാടിയെന്ന് വിചാരിക്കുക. അയാൾ നീയത്തോടു കൂടിയാണ്. വായിൽ വെള്ളം കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. അതിന് തർത്തീബൊന്നുമില്ല, ആദ്യം ചെയ്യണം അവസാനം ചെയ്യണം എന്നില്ല. എങ്ങനെയാണെങ്കിലും ഒരാൾ അത് ചെയ്തു എന്ന് വിചാരിക്കുക, എങ്കിൽ അയാളുടെ കുളി പൂർണ്ണമായിട്ടുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം കുളി നിർബന്ധമാകുന്ന കാര്യം ഒന്നും തന്നെ അയാൾക്ക് എന്തില്ല, അത് ബാക്കിയില്ല, അതെല്ലാം നീങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സഹോദരങ്ങളെ ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയെക്കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ അടിസ്ഥാനപരമായി ശുദ്ധി വരുത്തേണ്ടത് നമുക്കറിയാം വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ്. അടിസ്ഥാനപരമായി ശുദ്ധി വരുത്തേണ്ടത് വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നറിയാം. ഇനി വെള്ളമില്ലാത്തൊരവസ്ഥ ഒരാൾക്ക് വരികയോ അതല്ലെങ്കിൽ വെള്ളമുണ്ട് പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യം ഒരാൾക്ക് വരികയോ ചെയ്താൽ അയാൾക്ക് അതിൻ്റെ ബദലായ തയമ്മുമിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. എപ്പോഴാണ് മാറുന്നത്? നമുക്ക് നിരുപാധികം അനുവദിക്കപ്പെട്ട ഒരു കാര്യമല്ല. ഒരാൾക്ക് വെള്ളം ലഭിക്കുന്നില്ല, ലഭ്യമല്ല. ഒന്നുകിൽ വെള്ളം ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ അവിടെയും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് തീരെ ലഭ്യമല്ല, രണ്ടാമത്തെ ശുദ്ധമായ വെള്ളം ലഭ്യമല്ല. ശുദ്ധമായ വെള്ളം ലഭ്യമല്ല. ഉള്ള വെള്ളമൊക്കെ നജസുള്ള വെള്ളമൊക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് കഴുകണം എന്നില്ല, അത് പാടില്ല. മറിച്ച് തയമ്മുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരാൾക്ക് വെള്ളം ലഭ്യമല്ല എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഒരാളുള്ളത്. കുളിക്കാനുള്ള വെള്ളമില്ല, ആ ഏരിയയിൽ മൊത്തം വെള്ളം കണക്ഷൻ ഇല്ല, കിണറിൽ വെള്ളമില്ല, അന്വേഷിച്ചപ്പോൾ എവിടുന്നും വെള്ളം കിട്ടാനില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരാൾക്ക് വന്നു. കുളിക്കാൻ എന്ത് ചെയ്യണം? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ കുളിക്കേണ്ടതുണ്ട്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുളിക്കേണ്ടത്, പക്ഷെ വെള്ളമില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നു. അടുത്ത് വെക്കണം. വെള്ളം അവരെ സംബന്ധിച്ചിടത്തോളം ലഭ്യമല്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വുളു എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് വെള്ളം ലഭ്യമല്ല, അങ്ങനെ വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. ഒരാൾ യാത്രയിലോ മറ്റോ എത്തി, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മരുഭൂമിയിലോ മറ്റോ എത്തി, അവിടെ വെള്ളം കിട്ടാനേ ഇല്ല എന്ന് കരുതുക. അതല്ലെങ്കിൽ രോഗികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിശ്വസ്തരായ ഡോക്ടർമാർ പറയും നിങ്ങൾക്കിനി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ചില കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവരോട് പറയും മുഖം തല കുളിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ സമയത്തിൻ്റെ ഈ പരിധിയിൽ ഒരു ഹൈദിൽ നിന്നും ഒരു സ്ത്രീ അവരുടെ ഹൈദ് അവസാനിപ്പിച്ച് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്വപ്നസ്ഖലനമോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വലിയ ശുദ്ധി ഒരാൾക്ക് സംഭവിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ വുളു എടുക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ മുഖം കഴുകേണ്ടി വരും. അപ്പോൾ ഇതൊന്നും അനുവദിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ അടുത്ത് ചെയ്യേണ്ടത് തയമ്മും ചെയ്യുക എന്നുള്ളത്. തയമ്മുമാണ് ചെയ്യേണ്ടത്. തയമ്മും ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം കൊണ്ടുവന്നിട്ടുള്ളതാണ്. ദീനിൻ്റെ ഒരു അടിസ്ഥാന ഖായിദയിൽപ്പെട്ടതാണ് അൽ മശഖ്ഖത്തു തജ്ലിബു തൈസീർ. എവിടെയെങ്കിലുമൊക്കെ പ്രയാസഘട്ടങ്ങളുണ്ടെങ്കിൽ ദീനിൽ അതിൻ്റെ എളുപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ദീൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുളിക്കാൻ പറ്റാത്തതായ അങ്ങനെ ഒരു പനി, കടുത്ത പനിയുണ്ട്, വെള്ളം ശരീരം തട്ടിക്കാൻ സാധിക്കില്ല, ആ രൂപത്തിൽ പ്രയാസമുണ്ട്, അല്ലെ വെള്ളം ലഭ്യമല്ല. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാൻ ദീനിൽ പറയുന്നില്ല, എളുപ്പം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ എളുപ്പത്തിൽ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് നമ്മുടെ ശുദ്ധമായൊരു മണ്ണിൽ 2 കൈകളും ഇങ്ങനെ അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ശുദ്ധമായ മണ്ണിൽ നമ്മുടെ 2 കൈകളും ഇങ്ങനെ അടിക്കുക. കൈകൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കൈകളിലേക്ക് നോക്കുക, ഒരുപാട് മണ്ണ് അവിടെ പറ്റി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അല്പം തട്ടുകയോ അതിൽ കൂതുകയോ ചെയ്യാം. അങ്ങനെ ഒന്നുമില്ല, കാരണം മണ്ണ് പലതരത്തിലുണ്ട്, പല പ്രതലങ്ങളിലും പല മോയ്സ്ചർ കണ്ടന്റുള്ള മണ്ണുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും അത് മണ്ണ് നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ പറ്റുമോ വേണ്ടെന്നൊക്കെ ഉണ്ടാവുക. അപ്പോൾ കുറച്ചേ മണ്ണുള്ളൂ എങ്കിൽ, ഒന്നുമില്ലെങ്കിൽ, കാണാനൊന്നുമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. അതല്ല അല്പം മണ്ണുകളും അല്ലെങ്കിൽ കല്ലുകളും ഒക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് എങ്കിൽ അത് മുഖത്തേക്ക് അതുകൊണ്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല, അത് തട്ടിക്കളയാം, അതല്ലെങ്കിൽ ഊതിക്കളയാം. എന്നിട്ട് നമ്മുടെ മുഖം അത് പൂർണ്ണമായി നമ്മൾ എങ്ങനെയാണോ വുളുവിൽ കഴുകുന്നത് അതേപോലെ ആ ഭാഗങ്ങളിലേക്ക് പൂർണ്ണമായി തടവുക എന്ന് മാത്രമേ ഉള്ളൂ.
അവിടെ മൽമദത്തും ഇസ്തിൻഷാക്കും ഇല്ല, വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ഇല്ല. മുഖം പൂർണ്ണമായി തടവുക. പിന്നെ വലത് കൈ കൊണ്ട് ഇടത് കൈയുടെ മുകളിൽ തടവുക, ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ മുകളിൽ തടവുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തർത്തീബ് തെറ്റിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. ഈ 2 കാര്യങ്ങളും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ എന്താണോ നിയത്താക്കിയത് അത് ലഭിക്കുന്നതാണ്. അയാൾക്ക് വുളു നിർബന്ധമാകുന്ന കാര്യം സംഭവിച്ചിട്ടുള്ളൂ, വലിയ ശുദ്ധിയോ ജനാബത്തോ ഒന്നും സംഭവിച്ചിട്ടില്ല. വുളു എടുക്കേണ്ടത് പകരമാണെങ്കിൽ അത് വുളുവാണ്. അയാൾക്ക് വലിയ ശുദ്ധി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിയത്ത് വെച്ചാൽ അയാൾക്ക് ചെറുതും വലിയതുമായ 2 അശുദ്ധി നീങ്ങും. അയാൾക്ക് നിസ്കരിക്കാം, അയാൾക്ക് മുസ്ഹഫ് സ്പർശിക്കാം, അയാൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ വുളു നിർബന്ധമാകുന്ന എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തയമ്മം കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിന് ശുദ്ധമായ മണ്ണ് വേണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പലരും ധരിച്ചതുപോലെ മണ്ണല്ലാത്ത മറ്റെന്തെങ്കിലും, അതായത് പ്ലാസ്റ്റിക്കിലോ റബ്ബർ ഷീറ്റിലോ അതല്ലെങ്കിൽ ബസ്സിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെയോ ഒക്കെ സീറ്റിലോ അടിക്കുക എന്നുള്ളത് അത് ശരിയല്ല. മറിച്ച് ഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചതായ കാര്യങ്ങൾ ഉണ്ടാകണം. അത് പൊടിമണ്ണ് തന്നെ വേണം എന്ന് പറയുന്നതും ശരിയല്ല. എന്തുമാവാം. ഒരാൾക്ക് കല്ലാവാം, ഇപ്പോൾ പാറക്കല്ലാവാം, അതിലടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മണൽത്തരികളാകാം, അതിലടിക്കാവുന്നതാണ്. ചരൽക്കല്ലുകളാകാം, അതിലടിക്കാവുന്നതാണ്. പൂഴിയാകാം, അതിലടിക്കാവുന്നതാണ്. ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച കാര്യമാവുക എന്നുള്ളതാണ്. എന്നല്ലാതെ ഒരു പെയിന്റ് അടിച്ച ഒരു മതിലിൻ്റെ മേലെ അടിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ കാറിൻ്റെ സീറ്റിലോ ഫ്ലൈറ്റിൻ്റെ സീറ്റിലോ അടിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? അത്തരം സാഹചര്യങ്ങളിൽ വെള്ളവും ഒരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, തയമ്മുമിന് പറ്റിയ കാര്യവുമില്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അയാളുടെ ഹുക്കും ഫാഖിദു തഹൂറൈൻ എന്ന് പറയും. 2 ശുദ്ധി വരുത്താനുള്ള വസ്തുവും നഷ്ടപ്പെട്ടവൻ എന്നാണ് അയാളുടെ അവസ്ഥ. അയാളെ സംബന്ധിച്ചിടത്തോളം ആ അവസ്ഥയിൽ നിസ്കരിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് സംഭവിക്കാം. ഡോക്ടർ പറയാണ് പൊടി തട്ടിക്കാനേ പാടില്ല, വെള്ളം എന്തായാലും പറ്റൂല, പൊടി ഭയങ്കര അലർജി ആയിരിക്കും. ഇയാൾക്ക് അങ്ങനെ പ്രയാസമുള്ള മനുഷ്യനാണ്, പൊടി എന്ന് പറയുന്ന ഒരു നിലക്കും തടവാനോ ഒന്നും പാടില്ല എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് 2 ഫാഖിദു തുഹൂറ എന്ന് പറയും, 2 അശുദ്ധിയും ഒഴിവാക്കാം. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചിലർ ഈ പറയുന്ന കാര്യത്തിൽ വളരെ അലംഭാവം കാണിക്കുന്നവരുണ്ട്. രോഗം സംഭവിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും യാത്രയിലൊക്കെ ആയിപ്പോയി, നിസ്കാരത്തിന് സമയത്ത് വെള്ളം കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ അവസ്ഥ വന്നാൽ അത് ഖളാ ആക്കി പിന്നീട് നിസ്കരിക്കാമെന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. നിസ്കാരം ഖളാ ഇല്ല. അനുവദിക്കപ്പെട്ട നിസ്കാരങ്ങൾ തമ്മിൽ ജമഅ ചെയ്യാവുന്നതാണ്. ളുഹർ അസറിലേക്ക് പിന്തിപ്പിക്കാം. യാത്രയിൽ ഒരാൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ, ളുഹറിൻ്റെ സമയത്ത് വെള്ളം ഇല്ലെങ്കിൽ അസറിലേക്ക് പിന്തിപ്പിക്കാം, അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരാൾ അസറിൻ്റെ സമയത്താണ് ഇങ്ങനൊരു അവസ്ഥ എന്ന് വിചാരിക്കുക, 6:15 ബാങ്കാണ്, അപ്പോൾ ഏകദേശം 6 മണിയായി, ട്രാഫിക് ബ്ലോക്കിലൊക്കെ കുടുങ്ങി ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ, എവിടെയെങ്കിലും വേണമെങ്കിൽ സൈഡാക്കാം, പക്ഷേ നിസ്കരിക്കാനുള്ള സൗകര്യം, ഇറങ്ങി നിസ്കരിക്കാൻ സ്ഥലമില്ല, അതല്ലെങ്കിൽ വെള്ളമില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ, അതായത് തയമ്മും ചെയ്യാനുള്ള മണ്ണ് ഒന്നും തന്നെ കാണുന്നില്ല, ഒക്കെ സങ്കല്പിക്കുകയാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരാളുള്ളത്. അതല്ലെങ്കിൽ ഒരാൾ ളുഹറിനോടൊപ്പം അസ്ർ ജംഅ ചെയ്യാൻ മറന്നുപോയി, ഫ്ലൈറ്റിലാണ് ഒരാളുള്ളത്, ഫ്ലൈറ്റ് 5 മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റാണ്, പക്ഷെ ഡിലേ ആയി, അങ്ങനെ എയർപോർട്ടിൽ നിസ്കരിക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഡിലേ ആയി, ഫ്ലൈറ്റ് മഗ്രിബിൻ്റെ സമയമായിട്ടും എത്തുന്നില്ല എന്ന് കാണുകയാണ്. അപ്പോൾ മഗ്രിബിന് ശേഷം അവിടെ പോയി അസ്ർ നിസ്കരിക്കുക എന്നുള്ളതല്ല. അവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് വെള്ളമുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് കൃത്യമായി ശുദ്ധീകരിക്കുക. ഇനി അതില്ലെങ്കിൽ തയമ്മും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അത് പറ്റും. ഇപ്പോൾ ഒരാൾക്ക് ബസ്സിലൊക്കെ ആണെങ്കിൽ താഴെ പൊടി ഉണ്ടെങ്കിൽ ആ പൊടി മതി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതിലേക്ക് അടിച്ചാൽ മതി. നല്ല ഒരു പൊടിയോ ഒന്നുമില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റിലോ മറ്റോ ഒന്ന് അടിക്കുക എന്നുള്ളത്, അല്ല ഒരു പൊടിയെങ്കിലും അവിടെ ഉണ്ടാകും, അതിലടിച്ചാൽ മതി. അങ്ങനെ അടിച്ചുകൊണ്ട് അയാൾ തയമ്മും ചെയ്ത് നിസ്കരിക്കണം. ഇനി ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥ വരികയാണ്, നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുമെന്ന് ഉറപ്പ് വരികയാണ്, മഗ്രിബ് ബാങ്ക് കൊടുക്കും, അത്രയും സമയമുണ്ട്, പല നോക്കി വെള്ളം കിട്ടിയിട്ടില്ല, തയമ്മും ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. പണ്ഡിതന്മാർ പറയുന്നു ഫാഖിദു തഹൂറൈൻ്റെ അവസ്ഥയാണ്. വെള്ളമില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തയമ്മും ചെയ്യാനുള്ള കാര്യവുമില്ല, അയാൾ ആ അവസ്ഥയിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിനി നിബന്ധനയിൽപ്പെട്ട കാര്യമാണ്, സമയവുമായി ബന്ധപ്പെട്ട കാര്യം അതോടെ പറയുന്നുണ്ട്. കാരണം നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ നിബന്ധന അതിൻ്റെ ആഖിദു ശുറൂത്ത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് അത് വക്താണ്, ദുഖൂലുൽ വക്ത്, സമയത്ത് നിസ്കരിക്കുക എന്നാണ്. സമയത്ത് നിന്ന് പിന്തിപ്പിക്കുക എന്നുള്ളതിന് നിസ്കാരത്തിൽ ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പലരും ധരിക്കുന്നത് പിന്നീട് റാഹത്തായിട്ട് ആ വീട്ടിലെത്തി നിസ്കരിച്ചാൽ പോരെ, ഏതായാലും ഇപ്പം അസറൻ ഖളായിക്ക് കളയാം എന്ന് പഠിച്ച ആളുകൾ പോലും തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ല, അവർ ശരിക്കും പഠിച്ചിട്ടില്ല. ദീനിൻ്റെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ദീൻ കാണുന്ന ഷർത്ത് അതിൻ്റെ സമയമാണ്. അതുകൊണ്ടാണ് യുദ്ധവേളയിൽ പോലും, യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന വേളയിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളറിയണം, യുദ്ധത്തിന് 2 അവസ്ഥകളുണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ടെൻ്റൊക്കെ അടിച്ച് തമ്പൊക്കെ അടിക്കുന്ന സമയത്ത് അതിന് ചില രൂപങ്ങളുണ്ട്. അതായത് ഖിബ്ലയിലേക്ക് തിരിയാൻ പറ്റുന്ന രൂപം, ഒരു വിഭാഗം നിസ്കരിക്കാൻ അതിൻ്റെതായ ചില രൂപങ്ങളുണ്ട്. എന്നാൽ
അതല്ല, യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കുതിരയിലാകട്ടെ, നടന്നിട്ടാകട്ടെ, നീ ഓടിക്കൊണ്ടാകട്ടെ, ആ സമയമായിട്ട് നിസ്കാരം അത് ഖളാ ആകുന്നു കണ്ടാൽ അവിടെ ആ നടന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് ഏതൊരവസ്ഥയിലും നീ നിസ്കരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട്? അത് പിന്നീട് യുദ്ധമൊക്കെ കഴിഞ്ഞ്, ഏതായാലും യുദ്ധമല്ല, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതല്ലേ, പ്രതിഫലം കിട്ടാനല്ലേ, അതുകൊണ്ടൊക്കെ കഴിഞ്ഞ് പിന്നീട് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത് ദീനിന് അത്രയും പ്രാധാന്യം കൊടുത്ത കാര്യമാണ് സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അത് ഇൻഷാ അല്ലാഹ് സമയവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തയമ്മും കൂടി ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫാഖിദു തഹുറൈൻ എന്നൊരവസ്ഥ വരും. അത് കുളിക്ക് പകരം മതിയായതാണ്, വുളൂവിന് പകരവും അത് മതിയായതാണ്. അപ്പോൾ വുളൂവും അതേപോലെ തന്നെ കുളിയും ശുദ്ധി വരുത്താനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരാൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിന് പകരം തയമ്മും ചെയ്യുക എന്നുള്ളതാണ് സ്വീകരിക്കേണ്ടത്. അഞ്ചാമത്തെ നിബന്ധന കൂടി പറഞ്ഞ് നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. അത് ഇസാലത്തു നജാസ എന്ന് പറയും. നജസുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ നിബന്ധന. നജസുകൾ നീക്കം ചെയ്യുക എന്ന് പറയുമ്പോൾ 3 കാര്യത്തിൽ നിന്നും നജസ് നീക്കം ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരാളുടെ ശരീരത്തിൽ നജസ് ഉണ്ടാകാൻ വസ്ത്രത്തിൽ നജസ് ഉണ്ടാകാൻ പാടില്ല. നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം ഏതാണോ അതിലെവിടെയും നജസ് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തത്, ഒരാളുടെ ശരീരത്തിൽ നജസ് ഉണ്ടാകാൻ പാടില്ല. വസ്ത്രം ഓക്കെയാണ്, പക്ഷെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ നജസ് ഉണ്ടെങ്കിൽ അത് പാടില്ല. മൂന്നാമത്തത്, നിസ്കരിക്കുന്ന ഭാഗത്ത്, അഥവാ നമ്മൾ കാല് വെക്കുന്നത് മുതൽ സുജൂദ് ചെയ്യുന്ന നമ്മുടെ കൈകൾ കാലുകളൊക്കെ സ്പർശിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, നിസ്കാരത്തിൻ്റെ നമ്മളൊരു നിസ്കാരം പ്രയർ മാറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം, അതിലെവിടെയും നജസ് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ എവിടെയും നജസ് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നജസുകൾ എന്ന് പറയുമ്പോൾ കാര്യപ്പെട്ട മലമൂത്ര വിസർജ്യങ്ങളാണ് നജസുകൾ എന്നുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെവിടെയും ഉണ്ടാകാൻ പാടില്ല. അതെവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകിയിട്ടല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. ഇവിടെ പണ്ഡിതന്മാർ 3 അവസ്ഥകൾ പറയുന്നുണ്ട്. ഒരാൾക്ക് നിസ്കരിക്കുന്നതിന് മുമ്പേ തന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ എവിടെയെങ്കിലും നജസുണ്ട് എന്ന് അറിയുന്നുണ്ട് എങ്കിൽ അത് ഉടനെ കഴുകി വൃത്തിയാക്കിയിട്ടേ നിസ്കരിക്കാവൂ. അതല്ലാതെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. ഒന്ന്. രണ്ടാമത്തത്, ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരാൾക്ക് മനസ്സിലാവുകയാണ് അയാളുടെ എവിടെയോ നജസുള്ള ഉണ്ട് എന്ന് മനസ്സിലാകുക. ആ വസ്ത്രം മാത്രം ഒരാൾക്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ, നിസ്കാരത്തിൽ തന്നെ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ഒരാൾക്ക് അങ്ങനെ നിസ്കാരം അത് തുടർന്നുകൊണ്ടേയിരിക്കാം. അതാണ് രണ്ടാമതായി പറയുന്നത്. മൂന്നാമതായി പറയുന്നത്, ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞു, അപ്പോഴാണ് ഓർമ്മ വന്നത് നിസ്കരിക്കുന്നതിന് മുമ്പ് നജസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ മറന്നുപോയതാണ്, അത് മാറ്റേണ്ടതായിരുന്നു, കുട്ടി മൂത്രമൊഴിച്ച വസ്ത്രമായിരുന്നു, അതല്ലെങ്കിൽ അവിടെ നജസുള്ള സ്ഥലത്ത് ഞാൻ ഇരുന്നിരുന്നു, പിന്നെ ഞാൻ മറന്നുപോയി, നിസ്കരിച്ചു കഴിഞ്ഞു, നിസ്കാരത്തിന് ശേഷമാണ് ഓർമ്മ വന്നത് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ഈ ഒരു നിബന്ധനയിൽ അവിടെ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല എന്നാണ്. എന്താണ് ഇതിനൊക്കെയുള്ള തെളിവ്? ഇതിനൊക്കെയുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിസ്കാരത്തിൽ വന്നൊരു സംഭവമാണ്. അവിടുന്ന് ജമാഅത്തായി നിസ്കരിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അതാ 2 കാലിലെയും ഹുഫകൾ എടുത്ത് നീക്കുകയാണ്, ചെരുപ്പെടുത്ത് നീക്കുകയാണ്. ചെരുപ്പിട്ടുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. അങ്ങനെ നീക്കിയപ്പോൾ സ്വഹാബികൾ പിന്നിൽ നിന്ന് കണ്ടപ്പോൾ അവരും എന്ത് ചെയ്തു? അവരൊക്കെ നീക്കി. അവർ വിചാരിച്ചു ഇനിയിപ്പോൾ നിസ്കാരത്തിൽ ചെരുപ്പ് പാടില്ല എന്ന് വല്ലതും വന്നിട്ടുണ്ടാകണം എന്ന് ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട കാര്യത്തിൽ മാതൃകയാക്കി സ്വഹാബികളും ചെരുപ്പ് മാറ്റി വെച്ചു. നിസ്കാരം ഇങ്ങനെ തുടർന്നു. സലാം വീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഇങ്ങനെ ചെരുപ്പ് നീക്കി വെച്ചത് കണ്ടപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിങ്ങളെല്ലാവരും ചെരുപ്പ് ഊരി വെച്ചത്? അപ്പോൾ പറഞ്ഞു, താങ്കൾ അങ്ങനെ ഊരി വെച്ചത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്നു, എന്നിട്ട് എൻ്റെ കാലിൽ ചെരുപ്പിൽ മാലിന്യമുള്ളതായി എനിക്ക് അറിയിച്ചു തന്നു, അതുകൊണ്ടാണ് ഞാനത് മാറ്റിവെച്ചത് എന്ന് പറഞ്ഞു. അത് നിങ്ങളങ്ങനെ ചെയ്യേണ്ടിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നജസുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിസ്കാരത്തിൽ തന്നെ അത് മാറ്റിയിട്ടുണ്ട്. ഒന്ന്, നമ്മൾ രണ്ടാമത് പറഞ്ഞ അവസ്ഥ അതാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞ ഉടനെ തന്നെ അത് മാറ്റിയിട്ടുണ്ട്. അത് അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല? അത് ഉപയോഗിച്ച് നിസ്കരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മറന്നുപോയിട്ടാണ് ചെയ്തതെങ്കിൽ വേണ്ടതില്ല എന്ന് പറയാൻ കാരണം ആദ്യ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിസ്കരിച്ചിട്ടില്ല, മടക്കി നിസ്കരിച്ചിട്ടില്ല. എത്രയാണോ പകുതി വെച്ചാണ് കാര്യം അറിയുന്നത്. അപ്പം അത്രയും നേരമുള്ള നിസ്കാരം ഈ നിബന്ധന പാലിക്കാതെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ മറവി അവിടെ ഉദുർ വരികയാണ്. ഈ നജാസത്തിന്റെ വിഷയത്തിൽ മറവി ഉദുറുണ്ട് എന്ന് പണ്ഡിതന്മാർ ആ നിലക്കാണ് പറയുന്നത്. അപ്പം അത്രയും നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിസ്കരിച്ചിട്ടില്ല. എന്നാൽ അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല? അതിൽ തുടർന്നിട്ടില്ല, ഏതായാലും ഇത്രയും നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് അറിഞ്ഞതിന് ശേഷമാണെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുന്ന വസ്ത്രമാണെങ്കിൽ, ചിലപ്പോൾ മെയിൻ വസ്ത്രമായിരിക്കും, ഒഴിവാക്കാൻ പറ്റൂല, അത് ഒഴിവാക്കിയാൽ ചിലപ്പോൾ ഔറത്ത് വെളിവാകും. എങ്കിലും നമ്മൾ നിസ്കാരത്തെ എഴുന്നേറ്റ് ഇറങ്ങിപ്പോയി അത് നജസ് വൃത്തിയാക്കി വരികയോ അല്ലെങ്കിൽ വേറെ വസ്ത്രം മാറ്റി വരികയോ വേണ്ടതുണ്ട്. എന്നാൽ ശേഷമാണ് ഒരാൾ അറിയുന്നത് എങ്കിൽ ഈ ഒരു നിബന്ധനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ശേഷം അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം എന്താകുന്നതായിരിക്കും? ശരിയാകുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെയുള്ള മുഴുവൻ നജസ്സുകളും നീക്കം ചെയ്യുക എന്നുള്ളത്
നിസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനയാണ് എന്ന് മനസ്സിലാക്കുക. ഇതോടുകൂടി 5 നിബന്ധനകൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് 4 നിബന്ധനകൾ കൂടി ബാക്കിയുണ്ട് ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നിസ്കാരത്തിൻ്റെ റുക്നുകളും വാജിബുകളും നിസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ കാര്യങ്ങളും നമുക്കുണ്ട്. സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ഒരു ബ്രേക്ക് ഇപ്പോൾ നൽകുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങൾ ആ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചെത്തുക ഇൻഷാ അല്ലാഹ്. ബാക്കി ക്ലാസ് അതിന് ശേഷം ആരംഭിക്കാവുന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം താഴെയാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് ഇവിടെ തന്നെയാണ്. ഇതിനകത്ത് സൗകര്യമില്ലാത്തത് കൊണ്ട് അതിനൊരു സെപ്പറേഷൻ ആവശ്യമുണ്ട്. പുരുഷന്മാർ എത്രയും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി അത് ചായ കുടിക്കുക. നിർദ്ദേശം കിട്ടിയാലുടൻ മാത്രം തിരിച്ചു വരിക. സ്ത്രീകൾക്ക് നിർദ്ദേശം കിട്ടിയ ഉടൻ അവർ പുറത്തേക്ക് പോയി ചായ കുടിക്കുക. കൃത്യം 10:45 ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് പുനരാരംഭിക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ 5 നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യത്തെ 3 എല്ലാ ഇബാദത്തുകളിലുള്ളതും 4-മത്തേത് ശുദ്ധീകരണം വരുത്തുക എന്നുള്ളത് നിസ്കാരത്തിൽ പ്രത്യേകമായുള്ളതുമായൊരു കാര്യമാണ്. അതുപോലെ ശുദ്ധീകരണം വരുത്തി മാത്രം ഇബാദത്ത് ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. തവാഫ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നും ഒരാൾ ശുദ്ധിയാകേണ്ടതുണ്ട്. അതുപോലെ മുസ്ഹഫ് സ്പർശിക്കേണ്ടതുണ്ടെങ്കിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നും ഒരാൾ ശുദ്ധിയാകേണ്ടതുണ്ട്. എന്നാൽ ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ചെറിയ ശുദ്ധിയോ വലിയ ശുദ്ധിയോ വിഷയമല്ല, ജനാബത്ത് മാത്രമാണ് വിഷയം. അതായത് ജനാബത്തുകാരനാവുക എന്നത് മാത്രമാണ് വിഷയം. ഒരു സ്ത്രീക്ക് ഹൈലുണ്ട്, നിഫാസുണ്ട്, ആൾക്ക് ഖുർആൻ സ്പർശിക്കാതെ പാരായണം ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ മറ്റോ ഒക്കെ പാരായണം ചെയ്യാവുന്നതാണ്, അതിൽ തെറ്റില്ല. എന്നാൽ ജനാബത്തുകാർ അത് വളരെ കുറഞ്ഞ സമയം മാത്രം നിലനിൽക്കുന്നതാണ്. ഒരാൾക്ക് ഉദ്ദേശിക്കുമ്പോൾ കുളിച്ചാൽ ആ ശുദ്ധി നീങ്ങുന്നതാണ്. ഹൈലിനെ നിഫാസിനെ പോലെ ഒരു നിശ്ചിത ദിവസങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ ഒരാൾ കുളിച്ചതിന് ശേഷം മാത്രമേ ഖുർആൻ പാരായണം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 6-മത്തെ നിബന്ധന. 5-മത്തെ നിബന്ധന പറഞ്ഞപ്പോൾ ചില ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നായേക്കാം. സ്വപ്നസ്ഖലനം പോലെയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചാൽ വുളു എടുക്കേണ്ടതില്ല, കുളിക്കേണ്ടതില്ല എന്നായിരുന്നു ധരിച്ചിരുന്നത്. അങ്ങനെ നിസ്കാരം പലതും അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അവിടെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, ഇതിൻ്റെ ഏതൊരു വിഷയവും ഏതൊരു ഹുക്മും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് അറിവില്ലായ്മ ഉണ്ട് എങ്കിൽ അതിന് ഉദുറുണ്ട്. എന്നാൽ ആ അറിഞ്ഞ വക്തിലെ നിസ്കാരം അത് നിസ്കരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇന്നൊരാൾ അറിയുകയാണെങ്കിൽ അയാൾക്ക് ഇന്നത്തെ ഫജ്ർ അയാൾ നിസ്കരിക്കേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞുപോയ ഒരുപാട് കാലഘട്ടത്തിൽ ഒരുപാട് സമയത്ത് അവൻ ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം, വലിയ ശുദ്ധിയുടെ കുളിച്ചിട്ടുണ്ടാവുകയില്ല. അതിനയാൾക്ക് ഉദുറുണ്ട് എന്നുള്ളതാണ്. കാരണം അറിവില്ലായ്മ അതിന് ഒഴികഴിവുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇതിന് തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് മസ്ജിദിൽ വന്ന് അയാൾ നിസ്കരിക്കുകയുണ്ടായി. നിസ്കരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് അയാൾ എത്തി, സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിസ്കരിച്ച വ്യക്തിയോടാണ് പറഞ്ഞത്. അയാൾ പോയി വീണ്ടും നിസ്കരിച്ചു. അയാൾ അതേപോലെ തിരിച്ചു വന്ന് വീണ്ടും സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി മടക്കി നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. വ്യക്തി 3-മത്തെ പ്രാവശ്യം കൂടി നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ച ആളോടാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ശേഷമുള്ള ആളുകളുടെ അവസ്ഥ നമ്മൾ പറയേണ്ടതില്ലല്ലോ. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് ഒരു വ്യക്തി ഇത് സംഭവിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ഇതിനേക്കാൾ നന്നാക്കി എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല, ഫഅല്ലിംനി, എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ രൂപം പൂർണ്ണമായി പറഞ്ഞു കൊടുക്കുകയാണ്. നീ നിന്ന് കഴിഞ്ഞാൽ തക്ബീർ കെട്ടണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഖുർആൻ എളുപ്പമായത് ഓതണം, റുക്കൂ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇവിടെ ആ വ്യക്തിയോട് ആ അവസ്ഥയിലുള്ള ആ വക്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞുപോയ നിസ്കാരങ്ങൾ ഖളാ കൂട്ടാൻ പറഞ്ഞിട്ടില്ല, അല്ലേ? സ്വാഭാവികമായിട്ടും 3 പ്രാവശ്യം റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഒരു കാര്യം നിസ്കരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കഴിഞ്ഞുപോയ എല്ലാ നിസ്കാരവും ആ വ്യക്തി അങ്ങനെ തന്നെയായിരിക്കും നിസ്കരിച്ചിട്ടുണ്ടാവുക. അയാളോട് അതെല്ലാം ഖളാ കൂട്ടാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള അറിവില്ലായ്മ അത് എന്ത് ചെയ്യും? അത് പരിഗണിക്കപ്പെടും. അങ്ങനെ സംഭവിച്ചു പോയ നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അത് എന്ത് ചെയ്യുന്നതാണ്? പരിഗണിക്കപ്പെടുന്നതാണ്. ചില ചോദ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ശുറൂത്ത് കഴിഞ്ഞതിന് ശേഷം എഴുതി കിട്ടിയ ചോദ്യങ്ങളൊക്കെ വായിക്കാവുന്നതാണ്. 6-മത്തെ നിബന്ധന സത്രുൽ ഔറ, ഔറത്ത് മറച്ചിരിക്കുക എന്നുള്ളത് നിസ്കാരം ശരിയാകാനുള്ള
നിബന്ധനയിൽപ്പെട്ട കാര്യമാണ്. ഇത് ഒരാൾക്ക് കഴിവുണ്ടാകുന്ന അവസ്ഥയിലാണ് എന്നത് പ്രത്യേകം പറയാൻ കാരണം, എപ്പോഴെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, വസ്ത്രം പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരവസ്ഥയോ മറ്റോ വരികയാണ്. ചില പണ്ഡിതന്മാർ, ചില ആളുകളുടെ അവസ്ഥകൾ, കാരണം ചില പണ്ഡിതന്മാരൊക്കെ ചില കാലഘട്ടങ്ങളിൽ ജയിലിലും മറ്റുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ പൂർണ്ണമായി ഔറത്ത് മറക്കാനുള്ള വസ്ത്രം അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുകയില്ല. അപ്പം അങ്ങനെ ആർക്കെങ്കിലും വല്ല സംഭവിക്കുകയാണെങ്കിൽ, അള്ളാഹു അങ്ങനെയുള്ള ഒരു അനിഷ്ടകരമായ സംഭവം ഒരാൾക്കും സംഭവിപ്പിക്കാതിരിക്കട്ടെ, ആമീൻ. അങ്ങനെ വല്ല സംഭവിക്കുകയാണെങ്കിൽ ഒരാൾക്ക് കഴിവില്ലാത്തൊരവസ്ഥയിൽ ഒരാൾക്ക് ഏതൊരു അവസ്ഥയിൽ നിസ്കരിക്കാം, ഏതൊരു ഹാലിൽ നിസ്കരിക്കാം. ഒരാൾക്ക് ഒരു വസ്ത്രമില്ല, പക്ഷെ നിസ്കാരത്തിൻ്റെ സമയമായെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാമെന്നാണ്. എന്നാൽ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മറക്കുക എന്നുള്ളത് അത് നിസ്കാരത്തിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കിളിനിടയിലാണ് അവരുടെ നിസ്കാര സമയത്ത് അവർ മറച്ചിരിക്കേണ്ട ഭാഗം. എന്നാൽ അതോടൊപ്പം തന്നെ ഇരു ചുമലുകൾ കൂടി മറക്കുക എന്നുള്ളത് ഹദീസിൽ വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലാ യുസല്ലി അഹദുക്കും ഫിസ്സൗബിൽ വാഹിദ് ലൈസ അലാ ആതിഖൈഹി മിൻഹു ഷൈ. നിങ്ങളിൽ ഒരാളും തന്നെ ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കാൻ പാടില്ല. ലൈസ അലാ ആതിഖൈഹി മിൻഹു ഷൈ, അവൻ്റെ ചുമലുകളിൽ വസ്ത്രം ഇട്ടുകൊണ്ടല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചുമലുകൾ മറക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഒരൊറ്റ മുണ്ടിൽ മാത്രം നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കുറച്ച് കയറ്റി പൊക്കളിൻ്റെ മുകളിലേക്ക് കൊടുക്കും, പക്ഷെ ഷർട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോർത്തോ മുകളിലേക്ക് ഇടുകയില്ല. അപ്പം അങ്ങനെ നിസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ അതല്ലാത്തയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നന്നായിട്ട് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ വരുന്ന വേളയിൽ എങ്ങനെ ആയിരിക്കണം എന്നതുകൂടി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യാ ബനി ആദം, മനുഷ്യരെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ ഓരോ മസ്ജിദിലേക്കും, ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഇൻദ കുല്ലി സ്വലാ, ഓരോ നിസ്കാര വേളയിലേക്കും നിങ്ങളുടെ അലങ്കാര വസ്ത്രം ധരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. കേവലം ഔറത്ത് മറക്കുക എന്നതിലുപരി അലങ്കാര വസ്ത്രം ധരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നമ്മൾ അള്ളാഹിനോടാണ് സംസാരിക്കാൻ പോകുന്നത്. അള്ളാഹു നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് നേരെ മുന്നിടുമെന്നാണ്. 7 ആകാശത്തിന് മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ ഭൂമിയിൽ നിസ്കരിക്കുന്ന ഓരോ മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൃത്യമായി പരിഗണിക്കും. അവൻ്റെ ഫാത്തിഹകൾക്ക് അള്ളാഹുവിൻ്റെ ജവാബുണ്ട്. അള്ളാഹുവിനോട് സംസാരിക്കാനാണ് പോകുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കുക, ഭൂമിയിൽ നമ്മൾ വളരെയധികം ഇഹ്തിറാം ചെയ്യുന്ന, ആദരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മളെ തലേന്ന് ഉറങ്ങിയിട്ടുള്ള വസ്ത്രവും മുഷിന്ന വസ്ത്രവും ദുർഗന്ധം വമിക്കുന്ന വസ്ത്രവും ആരും ധരിക്കുകയില്ല. അത് വീടുകളിലുള്ള സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള, നല്ല ശുദ്ധിയുള്ള, ദുർഗന്ധങ്ങളൊന്നും ഇല്ലാത്തതായ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല വൃത്തിയുള്ള വസ്ത്രം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുഗന്ധവും മറ്റുമൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ അകത്തളങ്ങളിൽ വീട്ടിൽ ഉപയോഗിക്കാവുന്ന സുഗന്ധങ്ങൾ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് സുഗന്ധം നിരുപാധികമായി നിഷിദ്ധമായ കാര്യമല്ല. സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കാവുന്നതാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന സുഗന്ധങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിഷിദ്ധമാകുന്നത് അത് അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിലേക്ക് അവരെത്തുമ്പോൾ മാത്രമാണ്. അതല്ലെങ്കിൽ വീട്ടിൽ അവർക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഔറത്ത് കൃത്യമായി മറക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അറിയണം. മുട്ടുപൊക്കലിനിടയിൽ മറക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലുള്ളവരെ ഔറത്ത് വേറെയാണ്, അന്യപുരുഷന്മാർക്കിടയിൽ അവർ പോകുന്ന ഔറത്ത് വേറെയാണ്. അത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടതില്ല. നിസ്കാരത്തിൽ സ്ത്രീകളുടെ ഔറത്ത് അത് മുഖവും മുൻകൈയും മറക്കുക, മുഖവും മുൻകൈയും ഒഴികെ ബാക്കി മുഴുവൻ മറക്കുക എന്നുള്ളതാണ്. എന്നാൽ അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ശരിയായ അഭിപ്രായം അവർ ശരീരം മുഴുവൻ മറക്കുക എന്നുള്ളതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായം മനസ്സിലാക്കുന്നത് വല്ലാഹു അലം പൂർണ്ണമായി മറക്കുക എന്നാണ്. എന്നാൽ നിസ്കാരത്തിലെ ഔറത്താണ് പലപ്പോഴും എല്ലാ കാര്യത്തിലും ആളുകൾ മനസ്സിലാക്കാറുള്ളത്. അത് ശരിയല്ല. രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വഹാബി സ്ത്രീകളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. നിസ്കരിക്കുന്ന സമയത്ത് മുഖവും മുൻകൈയും അവർക്ക് കാണിക്കാവുന്നതാണ്. എന്നാൽ അന്യപുരുഷന്മാരുള്ള സാഹചര്യത്തിലോ മറ്റോ ഒരു സ്ത്രീക്ക് നിസ്കരിക്കേണ്ടി വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കൃത്യമായിട്ട് നിക്കാബ് ധരിച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കാം. ഇപ്പോൾ ഹറമിലോ മറ്റോ ഒക്കെ നിസ്കരിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ പുരുഷന്മാർ നടന്നു പോകുന്ന വഴിയിലൊക്കെ നിസ്കരിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ കൃത്യമായ മുഖം മറച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിൽ തെറ്റില്ല. അത് മനസ്സിലാക്കുക. തവാഫ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ നിയമങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പം അതാണ് ഔറത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മനസ്സിലാക്കേണ്ടത്. നിക്കാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഇതിൽ വന്നത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. നിക്കാബ് ഫുള്ള് കഴിച്ചിട്ട് തന്നെ പ്രയർ ചെയ്യണോ ഓർ ഫോർഹെഡ് പീസ്? അപ്പോൾ നിസ്കാരം പുരുഷന്മാരില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ നിക്കാബ് മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ട് തന്നെ നിസ്കരിക്കണം. ഈ പറഞ്ഞതുപോലെ പുരുഷന്മാരുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഒഴിവാക്കാൻ പറ്റുള്ളൂ.
അതേപോലെ സുജൂദ് ചെയ്യുന്ന സമയത്ത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ഒരു പീസ് തുണി ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. അത് പണ്ഡിതന്മാർ പറയുന്നത് വല്ല ഹാജത്ത് ഉണ്ടെങ്കിൽ ശരി. എന്താണ് ഹാജത്ത്? ഇപ്പോൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ചൂടുള്ളൊരു പ്രതലാണ്. ഉദാഹരണത്തിന് നമ്മളൊരു തുറസായ സ്ഥലത്താണ്, അവിടെ നല്ല ചൂടുള്ളൊരു ടൈൽസാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളൊരു മാർബിൾ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ടവലോ മറ്റോ ഇട്ട് അതിലേക്ക് സുജൂദ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരുടെ വസ്ത്രത്തിൻ്റെ കൈ അതങ്ങനെ നീട്ടി വെച്ചിട്ട് അതിലേക്ക് സുജൂദ് ചെയ്തത് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ഒരു സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ഒരു തുണി വെക്കുക എന്നുള്ളത് അത് കറാഹത്താണ്, ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഷിയാക്കളോട് സാദൃശ്യം ഉണ്ടാകുന്നത് കൊണ്ടാണ്. കാരണം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ സുജൂദ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് ചെറിയൊരു പീസ് വെക്കാറുണ്ട്. അവർ ഭൂമിയിലേക്ക് സുജൂദ് ചെയ്യുകയില്ല. കർബലയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മണ്ണ്, കളിമണ്ണ് ചുരുട്ടി ഉണ്ടാക്കി അവിടെ പരത്തി അവിടെ വെക്കും. അതല്ലെങ്കിൽ ആ രൂപത്തിൽ ചില പ്രത്യേക മാറ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ച് അതിലേക്കാണ് സുജൂദ് ചെയ്യുന്നത് ഷിയാക്കൾ. അപ്പോൾ അതിനോട് സാദൃശ്യം പുറത്താതിരിക്കാൻ അനാവശ്യമായി വെക്കാൻ പാടില്ല. എന്നൊരാൾക്കൊരു ആവശ്യമുണ്ട്. ഇപ്പം നിസ്കരിക്കുന്ന സ്ഥലത്ത് പൊടി കൊണ്ടായ പ്രയാസമുണ്ട്. ചില മസ്ജിദുകളിലെ കാർപ്പറ്റുകളിൽ ഒരാൾക്ക് അലർജിക്കായിരിക്കും. അപ്പോൾ അവിടെ ഒരു ചെറിയ ടവലോ മറ്റോ ഒക്കെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നെറ്റിയിലേക്ക് മാത്രമായി വെക്കുക എന്നുള്ളത് അതിനൊരു ആവശ്യമില്ല, ഒരു ഹാജത്തും അവിടെ വരുന്നില്ല. നെറ്റിയിൽ മാത്രം ഒരാൾ ചെറിയ പീസ് വെക്കുക എന്നുള്ളത് അത് ചെയ്യരുത്. തൈമുമിൻ്റെ കേസിൽ നേരത്തെ മതിലടിച്ച് ചെയ്യാം, മതിലടിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ പെയിൻ്റ് അടിച്ച മതിലാകാൻ പാടില്ല എന്ന് മാത്രം. നമ്മൾ തേക്കാത്ത മതിലാണെങ്കിൽ കുഴപ്പമില്ല. പെയിൻ്റൊന്നും ഇല്ലാത്ത നമ്മൾ സാധാരണ പുറത്തേയുള്ള മതിലാണെങ്കിൽ അതിലടിക്കാം, പ്രശ്നമല്ല. പക്ഷെ നല്ല പെയിൻറ്റ് ഫിനിഷ് ചെയ്ത മതിൽ അത് പിന്നീട് തൈമുമിന് പറ്റുന്നതല്ല. പണ്ഡിതന്മാരത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം. എന്നാൽ പൊടിപതലങ്ങളുള്ള കാര്യമാണെങ്കിൽ അതിൽ നമുക്ക് അടിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നീട് 7ാമത്തെ നിബന്ധന വളരെ പ്രാധാന്യമുള്ളൊരു നിബന്ധനയാണ് ദുഖൂലുൽ വഖ്ത്, സമയമാവുക എന്ന് പറയുന്നത്. സമയമാകുക എന്ന് പറയുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. നിസ്കാരം അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ സമയമാകണം. 2, അതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നുള്ളതും നമുക്ക് നിർബന്ധമായ കാര്യമാണ്. ഇത് ആ സമയം കഴിയുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരത്തിൻ്റെ സമയം പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രം 2 പ്രാവശ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ വക്തിൻ്റെയും ആദ്യ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഇമാമായി നിസ്കരിച്ചു. ഇപ്പോൾ ഫജറിൻ്റെ ആദ്യ സമയത്ത് വന്നു, ബാങ്ക് കൊടുക്കുന്ന ഒരു സമയമുണ്ട്, അതാണ് ആദ്യ സമയം. ആ സമയത്ത് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജമാഅത്തായി നിസ്കരിച്ചു. ളുഹറും അങ്ങനെ തന്നെ, അസറും അങ്ങനെ തന്നെ, മഗ്രിബ് ഇശാക്ക് അങ്ങനെ വന്നു. 2ാമത് ഇതിൻ്റെ എല്ലാം അവസാന സമയത്ത് ഖളാ ആകുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് വന്ന് ഇമാമായി നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അസ്സലാത്തു ബൈന ഹാദൈനിൽ വഖ്തൈൻ, മുഹമ്മദ് നിസ്കാരം ഈ 2 സമയത്തിനിടയിലാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നിസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധ ബാധ്യതയുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞത്. കിതാബൻ എന്ന് പറഞ്ഞാൽ മഫ്റൂളൻ, നിർബന്ധമാക്കപ്പെട്ടതാണ്. മൗഖൂത്തൻ എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സമയത്ത് നമുക്ക് വെള്ളം കിട്ടുന്നില്ല, തയമ്മും ചെയ്യുന്നില്ല, അങ്ങനെ അവസ്ഥ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ നിസ്കാരം നമുക്ക് ജമ്മു ചെയ്യാൻ പറ്റുന്ന നിസ്കാരം ജമ്മ ചെയ്യാം, ളുഹർ അസറിലേക്ക് ജമ്മ ചെയ്യാം, മഗ്രിബ് ഇശായിലേക്ക് ജമ്മ ചെയ്യാം. പക്ഷേ വക്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ അസറിൻ്റെ സമയം പറഞ്ഞത്. ഒരാൾ ളുഹറിനോടൊപ്പം ജമ്മൊന്നും ചെയ്തിട്ട് അതിന് അസറേ ബാക്കിയുള്ളൂ, അത് നമുക്ക് മഗ്രിബിലേക്ക് ജമ്മ ചെയ്യാൻ പറ്റൂല. മറിച്ച് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആ ഉള്ള അവസ്ഥയിൽ നിസ്കരിക്കണം. അപ്പം അതേപോലെയാണ് ഫ്ലൈറ്റിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുന്ന പലർക്കും വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ രാത്രി അവിടുന്ന് 1 മണിക്ക് 2 മണിക്കൊക്കെ കയറുന്ന ഫ്ലൈറ്റ് മിക്കവാറും കോഴിക്കോടോ കൊച്ചിയിലൊക്കെ എത്തുന്നത് ഫജറിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇനി ഫജറിനോട് ഒപ്പിച്ചെത്തിയാൽ പോലും മിക്കവാറും നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഫ്ലൈറ്റ് നിസ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ബുദ്ധിപരമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമേ വുളു എടുത്ത് കയറുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഫജറിന് തൊട്ട് മുമ്പാണെങ്കിൽ വുളു എടുത്ത് കയറിയാൽ നമ്മൾ ഉറങ്ങാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വുളു നിസ്കരിക്കാൻ പറ്റും. ചിലപ്പോൾ നേരത്തെ ആ ഫ്ലൈറ്റ് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഫജർ ആവുകയും നമുക്ക് അത്രയും നേരം ഉറങ്ങാതിരിക്കാൻ സാധിക്കില്ല. പ്രയാസമുള്ള കാര്യമാണ്, അത് ചെയ്യേണ്ടതില്ല. അവിടെ ഒരു എളുപ്പം പറഞ്ഞു തരികയാണെങ്കിൽ, വുളു എടുത്ത് കൊണ്ട് സോക്സ് ധരിച്ച് വരികയാണെങ്കിൽ പിന്നീട് വുളു എടുക്കാൻ വളരെ എളുപ്പമുണ്ട്. ഫ്ലൈറ്റിൽ വുളു എടുത്ത് വരിക, സോക്സ് ധരിച്ച് വരിക, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ. വുളു എടുത്തിട്ട് സോക്സ് ധരിച്ചാൽ പിന്നീട് വുളു എടുക്കുമ്പോൾ കാല് കഴുകേണ്ടതില്ല. കാരണം ഫ്ലൈറ്റിൽ ഏറ്റവും പ്രയാസം അതിൻ്റെ ടോയ്ലറ്റിൽ കാല് കഴുകാനായിരിക്കും. കാരണം ഒരാൾ കാല് പൊതിക്കാനും അങ്ങനെ സ്ഥലം കിട്ടൂല. അതല്ല എങ്കിൽ നമുക്ക് ആ ഫ്ലൈറ്റിൽ കിട്ടുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലുള്ള വാട്ടർ ബോട്ടിലോ മറ്റോ കൊണ്ടുപോയി അതിൽ നിന്ന് വുളു എടുക്കാൻ ഒരാൾ ശ്രദ്ധിക്കുക. കുറച്ചൊക്കെ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും, അത് നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യുക. ഇനി അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല എന്ന് വിചാരിക്കുക. ഫ്ലൈറ്റിൻ്റെ തറയിലോ മറ്റോ പൊടികളുള്ളൊരു തറയാണെങ്കിൽ അതിൽ തയമ്മും ചെയ്തിട്ട്
നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വുളു എടുക്കുന്ന സമയത്ത് നമുക്ക് കാല് തടവാൻ വളരെ എളുപ്പമുണ്ട്. കാരണം ബാക്കി തലവരെ തടവിയിട്ട് പുറത്തെത്തിയതിന് ശേഷം ആ കൈയിൻ്റെ നനവ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാല് വൈപ്പ് ചെയ്താൽ, അവിടെ ഇരുന്നതിന് ശേഷം പോയി വൈപ്പ് ചെയ്താലും മതി. നമ്മളവിടെ എത്തി കൈയിൻ്റെ നനവുണ്ടെങ്കിൽ അവിടെ ഇരുന്നതിന് ശേഷം രണ്ട് കാലിൻ്റെയും പുറം ഭാഗം ഒന്ന് തടവിയാൽ നമുക്ക് വുളു അവിടെ കിട്ടി, നമുക്ക് അവിടെ നിസ്കരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് സമയം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് തെറ്റിച്ചിട്ട് ഖള ആയിട്ട് റാഹത്തായി നാട്ടിലെത്തി. ചില ആൾക്കാരുടെ റാഹത്തിനെയാണ് മുന്തിക്കുന്നത്. എവിടെ നിന്നാണ് റാഹത്തിനെ മുന്തിക്കാൻ അയാൾ കിട്ടിയത്? അയാൾ സ്വയം ഇജ്തിഹാദാണ്, സ്വയം ഗവേഷണമാണ്. ദീനിൻ്റെ നിയമം അങ്ങനെയല്ല. ആ സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് മതിയായതാണ്. പലരുടെയും ഡൗട്ടാണ്, അങ്ങനെ നിസ്കരിച്ചാൽ പിന്നീട് മടക്കി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതില്ല. നിന്റെ നിസ്കാരം അത് സ്വഹീഹാണ്, പൂർണ്ണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീ നിന്ന് നിസ്കരിച്ച അതേ ഹുക്കും അതേ പ്രതിഫലം നിനക്ക് തന്നെ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഒരാൾ രോഗിയാകുകയോ യാത്രക്കാരനാവുകയോ ചെയ്തിട്ട് നേരത്തെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾക്ക് അതേ പ്രതിഫലം തന്നെ ലഭിക്കുന്നതാണ്. ഒരു കുഴപ്പമില്ല. ചില ആളുകൾ ഒരു കുറ്റബോധത്തോടു കൂടിയോ അതല്ലെങ്കിൽ ആ നിലക്ക് ഒരു വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെയൊക്കെയാണ് അങ്ങനത്തെ സാഹചര്യം നിസ്കരിക്കുക. അതിൻ്റെ ആവശ്യമില്ല. ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ആ സമയത്ത് നമുക്ക് എങ്ങനെയാണ് നിസ്കരിക്കാൻ പറ്റുന്നത്? നമ്മൾ ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് മനസ്സാന്നിധ്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് അവസരമില്ലെങ്കിൽ നമ്മൾ മനസ്സ് കൽബ് കൊണ്ടുള്ള കാര്യമാണ് ഏറ്റവും ആവശ്യം. കൃത്യമായ ദിക്റുകൾ ദുആകളൊക്കെ കൃത്യമായി ചെയ്യുക, സാധിക്കുന്നത് പോലെ റുക്കൂ ചെയ്യാൻ പറ്റുന്ന അത്രേ, സുജൂദ് ചെയ്യാൻ പറ്റുന്ന അത്രേ ആ നിസ്കാരം ആ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ബാധ്യതയായിട്ടുള്ളത്. അതല്ലാതെ പിന്നീട് നമ്മുടെ റാഹത്തിന് നിസ്കരിക്കുക എന്നുള്ളതല്ല. നിസ്കാരത്തിന് സമയം അത് മൊത്തത്തിൽ 3 സമയമാണ്. ഒന്ന് ളുഹർ തൊട്ട് അസ്ർ വരെ ഒരു സമയമാണ്. അതിലാണ് ളുഹറും അസറും വരുന്നത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജംഅ ചെയ്യുന്ന സമയത്ത് ളുഹറിന് അസറിലേക്ക് ളുഹർ മുതൽ മഗ്രിബ് വരെ ഒരു സമയമാണ്. അതെന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ളുഹർ മുതൽ മഗ്രിബ് വരെ ഒരു സമയമായിട്ടാണ് ഖുർആനിൽ പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. അഖിമിസ് സ്വലാ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം. ലിദുലൂകി ശംസ്, ദുലൂകു ശംസ് എന്ന് പറഞ്ഞാൽ സവാലു ശംസാണ്. സൂര്യൻ ആകാശത്ത് നിന്നും പടിഞ്ഞാറേക്ക് തെറ്റുന്നതിനാണ് സവാലു ശംസ് എന്ന് പറയുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ളുഹറിൻ്റെയും അസറിൻ്റെയും സമയം കടന്നു വരുന്നത്. അത് സാധാരണഗതിയിലാണെങ്കിൽ ളുഹറിന് അതിൻ്റെ സമയമുണ്ട്, അസറിന് അതിൻ്റെ സമയമുണ്ട്. എന്നാൽ യാത്രയിലോ മറ്റോ സാഹചര്യങ്ങളിൽ ഒരാൾക്ക് ജംഅ ചെയ്യണമെങ്കിൽ പോലും ഈ സമയമാകണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ ളുഹറിൻ്റെ സമയം 12:30 വിചാരിക്കുക. ഒരാൾക്ക് യാത്ര 12 മണിക്കാണ്. അയാൾക്ക് യാത്രക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ജംഅൊക്കെ ചെയ്യണമെങ്കിൽ 12 മണിക്ക് ളുഹർ അസറും നിസ്കരിക്കാൻ പറ്റൂല. കാരണം ളുഹറിൻ്റെ സമയമായാലേ ളുഹറും അസറും നമുക്ക് നിസ്കരിക്കാനുള്ള സമയം ആവുകയുള്ളൂ. ജംഅ ചെയ്യണമെങ്കിൽ തന്നെ ളുഹറിൻ്റെ സമയമാകണം. അപ്പോൾ 12 മണിക്ക് യാത്ര പുറപ്പെടുന്ന ഒരാൾ എന്ത് ചെയ്യണം? വുളുവൊക്കെ എടുത്ത് നിൽക്കുക. അസറിൻ്റെ സമയമാകുമ്പോഴേക്കും വണ്ടി അവിടെ എത്തുകയാണെങ്കിൽ അസറിലേക്ക് ജംഅ ചെയ്താൽ മതി. ഇനി അതല്ല മഗ്രിബ് കഴിഞ്ഞിട്ടേ എത്തുമെങ്കിൽ വണ്ടിയിൽ കയറിയതിന് ശേഷം, അത് വാഹനത്തിൽ ഫ്ലൈറ്റിലോ അതല്ലെങ്കിൽ ട്രെയിനിലോ കയറിയതിന് ശേഷം അതിൽ നിന്ന് ളുഹർ അസറും നിസ്കരിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. കാരണം സമയമായിട്ടില്ല. അതേപോലെ തന്നെയാണ് മഗ്രിബിന് മുമ്പ് യാത്ര പുറപ്പെടുന്ന ഒരാൾ 6 മണിക്ക് പുറപ്പെടുകയാണ്. 6:15 മഗ്രിബ്, 6 മണിക്കാണ് ട്രെയിൻ. അയാൾക്ക് മഗ്രിബ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അവിടെ ശ്രദ്ധിക്കുക, രാത്രിയുടെ അർദ്ധരാത്രിയുടെ ഏഷയുടെ സമയം അവസാനിക്കുന്നതായിട്ട് ഏറ്റവും ശരിയായി മനസ്സിലാകും. അല്ലാഹു അലം, ഫജ്ർ വരെയല്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് അയാൾ എത്തുന്നുണ്ട് എങ്കിൽ 10 മണിക്കോ 11 മണിക്കോ സ്ഥലത്തെത്തുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും മഗ്രിബ് ഏഷ ഒരുമിച്ച് നിസ്കരിച്ചാൽ മതി. അതല്ല എങ്കിൽ പകലേ എത്തുള്ളൂ അല്ലെങ്കിൽ രാവിലെ എത്തുള്ളൂ എന്നാണ് കാണുന്നത് എങ്കിൽ അയാൾ വണ്ടിയിൽ കയറിയതിന് ശേഷം മാത്രമേ മഗ്രിബ് ഏഷ നിസ്കരിക്കാൻ പറ്റൂ. കാരണം 6 മണിക്ക് പുറപ്പെടുന്ന വണ്ടിയിൽ നമുക്ക് നേരത്തെ മഗ്രിബ് ഏഷ നിസ്കരിക്കാൻ കഴിയില്ല. കാരണം മഗ്രിബ് ഏഷയും ആരംഭിക്കണമെങ്കിൽ തന്നെ സൂര്യൻ അസ്തമിക്കണം. അതാണ് ഇലാ ഗസഖിൽ ലൈൽ, രാത്രിയുടെ ഇരുളടയുന്നത് വരെ എന്ന് പറഞ്ഞു. കാരണം രാത്രിയുടെ ഇരുളടഞ്ഞാലാണ് മഗ്രിബ് ഏഷയും നിസ്കരിക്കാനുള്ളൂ. കാരണം മഗ്രിബ് ഏഷയും കണക്റ്റഡാണ്, ജംഅ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ളുഹറും അസറും കണക്റ്റഡാണ്, ജംഅ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഫജ്റിനോട് ഒരു കാര്യം ജംഅ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അല്ലാഹു തആല മൂന്നാമത് പറയണം, ഖുർആനൽ ഫജ്ർ. സലാത്തുൽ ഫജ്ർ എന്ന് പറയുന്നതിന് പകരം ഖുർആനൽ ഫജ്ർ എന്നാണ് പറഞ്ഞത്. അവിടെ 2 ഫായിദ ഈ ആയത്തിൻ്റെ ഈ ഭാഗത്തുണ്ട്. ഒന്ന്, ഫജ്റിൻ്റെ സമയം വേറെ തന്നെയാണ്, അതുകൊണ്ട് മൂന്നാമതായിട്ട് പറയുന്നു. ഫജ്ർ അസറിൻ്റെ ഇഷാര കൂടെ ജംഅ ചെയ്യാൻ പറ്റൂല, ളുഹറിലേക്ക് ബന്ധിപ്പിക്കാനോ ഒന്നും പറ്റൂല, വേറെ തന്നെയാണ്. 2 ഫജ്ർ നിസ്കാരത്തിൽ കൂടുതൽ ഖുർആൻ ഓതുന്ന നിസ്കാരമാണ്. അതുകൊണ്ടാണ് ഖുർആനൽ ഫജ്ർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഫജ്റിൻ്റെ സമയത്തുള്ള ഖുർആൻ പാരായണം അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. മലായിക്കത്തുകൾ അതിന് സാക്ഷിയുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, സമയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. സമയത്ത് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ആ സമയത്തിന് വേണ്ടി വേറെ പല ഷർത്തും പോലും നമുക്ക് ദീനിൽ അളവ് നൽകുകയാണ്. ത്വഹാറത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഖിബിലയുമായി ബന്ധപ്പെട്ട് ഇസ്തിഖ്ബാലുൽ ഖിബില, ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളത് നിബന്ധനയാണ്. പക്ഷേ സമയം തെറ്റുവാണെങ്കിൽ ഖിബില ഇല്ലാതെ പോലെ നിസ്കരിക്കണം. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇപ്പോൾ ഫ്ലൈറ്റിലിരുന്ന് നിസ്കരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഖിബില കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഖിബില അല്ലെങ്കിൽ തെറ്റായിട്ട് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിലായിരിക്കും ഖിബില. അപ്പോഴും നമ്മൾ ഖിബില എന്നുള്ള കാര്യം അവിടെ മാറ്റി വെച്ചിട്ട് സമയം തെറ്റിപ്പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് സമയത്തിൽ നിസ്കരിക്കുക. അതുകൊണ്ടാണ് ഈ 7ാമത്തെ നിബന്ധന
ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നിബന്ധനയായിട്ട് പറയുന്നത്. അതിനുശേഷം 8ാമത്തെ നിബന്ധന ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. ഖിബ്ലയെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാവുമ്പോൾ പടിഞ്ഞാറാണ് ഖിബ്ല എന്ന് നമ്മൾ എപ്പോഴും ധരിക്കരുത്. ഓരോ നാട്ടിലും വ്യത്യസ്തമാണ്. നമുക്കറിയാം ലോകത്ത് കാബയുടെ ഏത് ഭാഗത്തു നിന്നാണ് നോക്കിയതിനനുസരിച്ച് വ്യത്യാസപ്പെടും. മദീനയിൽ നിന്നൊക്കെ തെക്ക് ഭാഗത്തേക്കായിരിക്കും ഖിബ്ല ഉണ്ടാവുക. പറയുന്നത് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ട് പടിഞ്ഞാറ് നോക്കിയിട്ട് നിസ്കരിച്ചേക്കും. അത് ശരിയല്ല. നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് എല്ലാ സ്ഥലത്തും നമ്മളെ ഭാഗത്ത് നമ്മൾ സഞ്ചരിക്കുന്ന ഈ ഭാഗത്ത് മുഴുവൻ പടിഞ്ഞാറേക്ക് തന്നെയാണ്. എന്നാൽ ചിലപ്പോൾ വേറെ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഖിബ്ല അത് ഏതാണ്? കഅബയാണ്. കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 കാര്യം ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ പറയാണ്, ഖിബ്ലയിലേക്ക് നേരെ നിസ്കരിക്കുക. 1 ഡിഗ്രി പോലും തിരിയാൻ പറ്റില്ല, 10 ഡിഗ്രി പോലും തിരിയാൻ പറ്റില്ല. നേരെ നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാകുന്നത് കഅബ കാണുന്ന ആൾക്കാരാണ്. മത്താഫിലുള്ള ആളുകൾ, തവാഫ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ, കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 10 ഡിഗ്രി പോലും തിരിയാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടുന്ന് ഒരു 10 ഡിഗ്രി പോലും തിരിഞ്ഞാൽ കഅബയുടെ പുറത്തേക്കാണ് പോവുക. ആലോചിച്ച് നോക്കുക. അത് നിസ്കാരത്തെ ബാത്തിലാക്കും. ഒരാൾ മനഃപൂർവ്വം ചെറുങ്ങനെ ഒന്ന് തിരിച്ചു, ഇവിടെയാണ് കഅബ കാണുന്നത്, ഒരല്പം ഇങ്ങോട്ടേക്ക്, ആ ഡോറ് ഭാഗത്താണ് കഅബ, ഒരാൾ അല്പം ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ പുറത്തേക്കായി, അയാൾ ഖിബ്ലക്ക് പുറത്തേക്കായാലും നിസ്കാരം ശരിയാവുകയില്ല. എന്നാൽ നമ്മെ പോലെ ഇങ്ങനെ കിലോമീറ്ററുകൾ ഇപ്പുറത്തേക്ക്, കഅബ കാണാത്ത ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ആളുകളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് നിസ്കരിച്ചാൽ മതി. ഉദാഹരണത്തിന് ഇങ്ങോട്ടേക്കാണ് ഖിബ്ല എന്ന് വിചാരിക്കുക, ഈ ഭാഗത്തേക്കാണ് ഖിബ്ല എന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഒരാൾ ഒരു 20 ഡിഗ്രിയോ 25 ഡിഗ്രിയോ വലത്തോട്ടേക്കോ ഇടത്തോട്ടേക്കോ തെറ്റി നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. അയാളുടെ നിസ്കാരം എന്താവുന്നില്ല? ബാത്തിലാകുന്നില്ല. മഹാൻ ഉമർ റളിയല്ലാഹു അൻഹു 2 കൈകളും ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതിനിടയിൽ നിങ്ങൾ നിസ്കരിച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞത്. അത് ചില ആളുകൾക്ക് ഇങ്ങനെ ചെറിയൊരു ചെരിവുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഖിബ്ല തെറ്റിപ്പോകുന്നില്ല. മറിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ നമ്മുടെ ഖിബ്ലയാണ്. നമ്മൾ വളരെ ദൂരത്താണുള്ളത്, ആ ഭാഗത്തേക്കാണ് നമ്മുടെ കഅബ ഉള്ളത് എന്നർത്ഥം. ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് ആ ഭാഗത്തേക്കാണ് കഅബ ഉള്ളത്. അതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളതാണ്. ചെറിയ ഡിഗ്രികൾ അതിനെ ബാധിക്കുന്നില്ല. ഇത് പറയാൻ കാരണം ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്, സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. മഹാൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മിമ്പറിൽ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ അബദ്ധം സംഭവിക്കുന്നത് ആർക്കാണ്? നാട്ടിലൊരാൾ ഒരു സ്ഥലത്തെത്തി, മസ്ജിദൊന്നുമല്ല, അല്ലെങ്കിൽ മസ്ജിദാണ്, അയാൾ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഭാഗത്തേക്ക് നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് എങ്കിലും അവിടെ എന്ത് ചെയ്യണം? വീണ്ടും മാറ്റി നിസ്കരിക്കേണ്ടതുണ്ട്. കാരണം നിബന്ധനകളിൽ മാറ്റി നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു കാര്യം നമ്മൾ ആ പറഞ്ഞ 5ാമത്തെ കാര്യം മാത്രമാണ്. നജസായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നതെങ്കിൽ അത് മാത്രമാണ് അളവുള്ളത്. ബാക്കി ഏത് നിബന്ധനയാണെങ്കിലും ശരി, വുളു ഒരാൾ എടുത്തിട്ടില്ല, പിന്നെയാണ് അറിയുന്നത്, മാറ്റി നിസ്കരിക്കണം. അതേപോലെ ഖിബ്ലക്ക് എത്തിയിട്ടാണ് നിസ്കരിച്ചത്, പിന്നെയാണ് അറിയുന്നത്, മാറ്റി നിസ്കരിക്കണം. എന്നാൽ ഒരാൾ യാത്രയിലാണെന്ന് വിചാരിക്കുക, അയാളുടെ നാടല്ല, യാത്രയിലാണ്, അയാൾക്ക് അവിടെ ചോദിക്കാൻ ഒരാളെയും കിട്ടിയിട്ടില്ല. അയാൾ ഏകദേശം ഒരു ഗവേഷണം നടത്തിയിട്ട് ഇങ്ങോട്ടായിരിക്കും ഖിബ്ല എന്ന് മനസ്സിലാക്കി അയാൾ നിസ്കരിച്ചു എങ്കിൽ പിന്നീട് അയാൾ അതിന് നേരെ എതിരാണ് അല്ലെങ്കിൽ തെറ്റിയിട്ടാണ് മനസ്സിലാക്കിയാലും മാറ്റി നിസ്കരിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരാൾ അവിടെ ചോദിക്കാൻ ആളൊക്കെ ഉണ്ടായിരുന്നു, അയാൾ ചോദിക്കാതെ മടിച്ചു നിന്നതാണ് എങ്കിൽ അയാൾ മാറ്റി നിസ്കരിക്കേണ്ടി വരും. കാരണം അയാളൊരു കുറവ് വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ കൊണ്ട് നമുക്കിത് ഒരുപാട് ഖിബ്ല മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും യുവാക്കളാണ് കൂടുതൽ ഇരിക്കുന്നത്, നമുക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ നോക്കി ഖിബ്ല മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം ഫ്ലൈറ്റിൽ പോലും മനസ്സിലാക്കാൻ പറ്റുന്നതായ ചില സാഹചര്യങ്ങളുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ ഏത് ഫ്ലൈറ്റിലാണ് കയറുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രയർ ടൈംസ് ഇൻ ഫ്ലൈറ്റ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പുറപ്പെടുന്ന സ്ഥലവും എൻഡ് ചെയ്യുന്ന സ്ഥലവും കൊടുത്തു, അത് അതിൻ്റെ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഫ്ലൈറ്റിൽ ഏത് ഭാഗത്തേക്കാണ് ഖിബ്ല എന്നുള്ള ചിത്രം വരച്ച് കാണിച്ചു തരുന്ന വെബ്സൈറ്റുകൾ വരെ ഉണ്ട്. അതായത് 1ാമത്തെ മണിക്കൂറിൽ ഇങ്ങോട്ടായിരിക്കും ഖിബ്ല, പിന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ പോയി തിരിയും, അതിന് കൃത്യമായ ഫ്ലൈറ്റ് റൂട്ട് ഉണ്ട്, വെറുതെ ഇങ്ങനെയും പോകില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് ഖിബ്ല ഇങ്ങോട്ടായിരിക്കും, പിന്നീട് ഖിബ്ല ഇങ്ങോട്ടേക്കായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഫത്തഖുല്ലാഹ മസ്തതഅതും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സാധിക്കുന്നത്ര നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, സാധിക്കുന്നത്ര അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതല്ല ചില ആൾക്കാർ വിചാരിക്കും യാത്രയിൽ എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിച്ചാൽ മതി. അങ്ങനെയല്ല. നമ്മൾ ട്രെയിനിലാണ്, ചിലപ്പോൾ നമ്മളെ ബർത്തിനെ കറക്റ്റായിട്ടായിരിക്കും ഖിബ്ല, പക്ഷേ ആളുകൾ നേരെ തിരിച്ചിട്ടായിരിക്കും നിസ്കരിക്കുന്നുണ്ടാവുക. ബർത്ത് ഇങ്ങനെ പൊസിഷനിലുണ്ടാവും, അങ്ങോട്ട് ഖിബ്ല ആയിരിക്കും, പക്ഷേ യാത്രയല്ല നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് നിസ്കരിക്കുന്നുണ്ടാവും. അല്ല, നമ്മൾ നോക്കണം, ഖിബ്ല എങ്ങോട്ടാണെന്ന് നോക്കണം. ചിലപ്പോൾ അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മളെ ബർത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, അപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഉള്ളതുപോലെ നിസ്കരിക്കാന്നാണ്. ഫത്തഖുല്ലാഹ മസ്തതഅതും, അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അള്ളാഹിനെ സാധിക്കുന്നത്ര സൂക്ഷിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഫർള് നിസ്കാരത്തിലാണ്. സുന്നത്ത് നിസ്കാരത്തിന് ഖിബ്ല നിബന്ധനയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ മറ്റും അവിടുത്തെ വാഹനം പുറത്തു വെച്ചിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചു കാണാൻ സാധിക്കും. ഒരാൾ യാത്രയിൽ ഫ്ലൈറ്റിലാകട്ടെ ട്രെയിനിലാകട്ടെ
പകലിൽ എന്തോ ആകട്ടെ, ഒരാൾക്ക് ദുഹ നിസ്കരിക്കണം പകലിൽ, രാത്രി നിസ്കാരം നിസ്കരിക്കണം, അയാളെ സംബന്ധിച്ചിടത്തോളം കിബില നോക്കേണ്ടതില്ല. യാത്രയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ കിബില നോക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഫർള് കിബില നോക്കണം. സാധിക്കുമെങ്കിൽ കിബിലക്ക് തന്നെ നിസ്കരിക്കണം, സാധിച്ചിട്ടില്ലെങ്കിൽ സാധിക്കുന്നത് പോലെ നിസ്കരിക്കുകയും വേണം. ഇതാണ് കിബിലയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അവസാനത്തെ നിബന്ധന സഹോദരങ്ങളെ നീയത്തുണ്ടാവുക എന്നുള്ളതാണ്. ഇതെല്ലാ ഇബാദത്തുകൾക്കും ഉള്ളതാണ്. നിസ്കാരത്തിന് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുകയും വേണ്ടതാണ്. നീയത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, സാധാരണക്കാരായ ആളുകൾ മദ്രസകളിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിയത് നീയത്ത് നമ്മളിങ്ങനെ ചൊല്ലി പറയണമെന്നാണ്. ഉസല്ലി ഫർള സലാത്തുൽ ളുഹ്ർ 4 റക്അത്ത് ലില്ലാഹി തആല ഫി ഹാദൽ മസ്ജിദി ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണോ ചെയ്യുന്നത് അത് മുഴുവൻ എടുത്ത് പറയാമെന്നാണ്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണമായിരുന്നു. അവിടുന്ന് ഒരിക്കൽ പോലും ഒരു വക്തിന് പോലും നിസ്കാരത്തിൽ അങ്ങനെ ഒരു നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല. ഉണ്ട് എന്ന് പറയുന്നവർ, ചെയ്യണമെന്ന് പറയുന്നവർ തെളിവ് കൊണ്ടുവരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ സ്വഹാബികൾ ഒരാൾ പോലും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല, ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല. മറിച്ച് നിയ്യത്ത് എന്ന് പറയുന്നത് അതിൻ്റെ മഹല്ല് ഖൽബാണ്, ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ നമ്മൾ കരുതുക എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം അത് നിസ്സാരമായ കാര്യമെന്നല്ല. കാരണം ഇന്നമൽ അമാലു ബിന്നിയാത്ത്, നിയ്യത്ത് അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് നിയ്യത്ത് മനസ്സിൽ കരുതണം. ഇപ്പം നിയ്യത്ത് പൊതുവിൽ നമുക്ക് ഏതൊരു ഇബാദത്തിനും ഉണ്ടാകും എന്നതാണ് അടിസ്ഥാനം. നമ്മൾ ളുഹർ വാങ്ങ് കൊടുത്ത് നമ്മൾ പള്ളിയിൽ പോകുന്നത് നമുക്ക് ളുഹർ നിസ്കരിക്കാൻ നിയ്യത്തുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോയത്, അതുകൊണ്ടാണ് ഉളു എടുത്തത്, നമുക്കുണ്ട്. അത് വല്ലപ്പോഴുമാണ് അബദ്ധത്തിൽ നിയ്യത്ത് തെറ്റിപ്പോവുക. ഉദാഹരണത്തിന് ഒരാൾ ളുഹറിൻ്റെ സമയത്ത് ഉറങ്ങി എണീച്ച് അയാൾ ചിലപ്പോൾ ളുഹറൊക്കെ നേരത്തെ കഴിഞ്ഞത് അസറാണെന്ന് ധരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, നിസ്കരിക്കും. അപ്പോഴെനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട് അതിൽ ളുഹറാണ്, ഞാൻ ഉറങ്ങിയതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. അപ്പോൾ അങ്ങനെ അസറിൻ്റെ നിയ്യത്തിലാണ് ളുഹർ അയാളെ ആരംഭിച്ചത് എന്ന് വിചാരിക്കുക. എങ്കിൽ അയാളുടെ നിയ്യത്തില്ല, തെറ്റിപ്പോയിട്ടുണ്ട്. ഉടനെ തന്നെ എന്ത് ചെയ്യണം, അയാൾ കൈ അയച്ചിട്ട് മാറ്റി ളുഹറിൻ്റെ നിയ്യത്ത് വെക്കണം. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഓരോ മനുഷ്യനും അതാത് വക്തിൽ ആ നിയ്യത്തോടു കൂടി തന്നെയാണ് ഏതൊരു കാര്യത്തിനും, അത് വുളു ആകട്ടെ, നിസ്കാരമാകട്ടെ, കുളിയാകട്ടെ, ഒരാൾ അതിലേക്ക് പ്രവേശിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. അതായത് ഇന്ന് അമലാണ് എന്ന് നിജപ്പെടുത്താൻ പ്രയാസമുള്ള കാര്യം നിയ്യത്ത് അത് അള്ളാഹുവിന് വേണ്ടിയാക്കുക എന്നുള്ള കാര്യത്തിലാണ്, മറ്റൊരാൾക്കും വേണ്ടി ആകാതിരിക്കുക. ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റേതെങ്കിലും മനുഷ്യന്മാർക്ക് വേണ്ടിയല്ല, ആരുടെയെങ്കിലും പുകഴ്ത്തലുകൾക്കോ ആരുടെയെങ്കിലും പ്രശംസകൾക്കോ വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം. അതല്ല ഇന്ന് അമലാണ് എന്ന് നിജപ്പെടുത്താൻ അത് പൊതുവെ പ്രയാസമില്ലാത്ത ഒരു കാര്യമാണ്. വല്ലപ്പോഴും ഇങ്ങനെ അബദ്ധങ്ങൾ തെറ്റായി ആദ്യമേ ധരിക്കുക, അങ്ങനൊരു അവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ അത്തരം അവസ്ഥകൾ സംഭവിക്കുകയുള്ളൂ. ഇതുമാണ് സഹോദരങ്ങളെ നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ. ഈ 9 നിബന്ധനകളും നമ്മൾ പറഞ്ഞ അതിലൊരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം ഒരാൾ അറിവില്ലാതെ ഉപേക്ഷിച്ചാൽ പോലും അയാളുടെ നിസ്കാരത്തെ ബാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം നമുക്കറിയേണ്ടത് റുക്കിനുകളാണ്. അർക്കാനുസ്സല എന്ന് പറയുന്ന കാര്യമാണ്. നിബന്ധനകളെ പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് നിസ്കാരത്തിലെ റുക്കിനുകൾ എന്ന് പറയുന്ന ഇനി പറയാൻ പോകുന്ന 14 കാര്യങ്ങൾ. ഈ കാര്യങ്ങളും ചിലപ്പോൾ ചില മദ്ഹബുകളിൽ എന്ത് ചെയ്യും, ചില മദ്ഹബുകളിൽ ഇതിൻ്റെ എണ്ണം വ്യത്യാസപ്പെട്ടു വരാറുണ്ട്. കാരണം അവർ ചില 1-2 റുക്കിനുകൾ ഒരുമിച്ച് പറയും. അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. അപൂർവം ചില വിഷയങ്ങൾ ചില മദ്ഹബുകളിൽ അത് റുക്കനല്ല, അത് സുന്നത്താണ്, അതല്ലെങ്കിൽ അത് വാജിബാണ് എന്ന രൂപത്തിലേക്ക് അങ്ങനെ അഭിപ്രായങ്ങൾ വരാറുണ്ട്. അതായത് പൊതുവിൽ അങ്ങനെ വ്യത്യസ്ത കിതാബുകളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്ത ഉദ്ധരണികൾ കാണുന്നുണ്ട് എങ്കിൽ അത് മദ്ഹബിൻ്റെ ഇമാമുകൾക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ പെട്ടതാണ്. അത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. ഇനി 14 അർക്കാനുകളിൽ ഒന്നാമത്തെ കാര്യം, അതിനു മുമ്പ് സഹോദരങ്ങൾ എന്താണ് ഷർത്തും റുക്കിനും തമ്മിൽ വ്യത്യാസം? ഇപ്പോൾ ഷർത്ത് നമ്മൾ പറഞ്ഞു മറന്നാൽ പോലും പ്രയാസമാണ്, റുക്കിനും അങ്ങനെ തന്നെയാണ്. ഇനി പറയാൻ പോകുന്നത് മറന്നാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അമല് സ്വീകരിക്കാതെ പോകും. അറിവില്ലായ്മയും വലിയ വിഷയമുള്ള കാര്യമാണ്. അതാത് വക്തിൽ നമുക്ക് നിസ്കാരമൊക്കെ മാറ്റി നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് റുക്കിനും ഷർത്തും തമ്മിൽ വ്യത്യാസം? റുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അമലിൻ്റെയും അകത്തുള്ള കാര്യമാണ്. ആ അമലിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും, അതിൻ്റെ ഒരു ജുസ് ആയിരിക്കും റുക്കിന് എന്ന് പറയുന്ന കാര്യം. ആ അമലിൽപ്പെട്ട നമ്മൾ നാവ് കൊണ്ട് പറയേണ്ടതോ ശരീരം കൊണ്ട് പ്രവർത്തിക്കേണ്ടതോ ആയ അതിൻ്റെ അകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു അമലിൻ്റെ റുക്കിന് എന്ന് പറയുന്നത്. എന്നാൽ ഷർത്ത് എന്ന് പറയുന്നത് അമലിൻ്റെ പുറത്തിരിക്കും. ഓരോന്ന് എടുത്തു നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിബിലക്ക് നേരെ തിരിയുക, വുളു എടുക്കുക, ഇതൊക്കെ നിസ്കരിക്കുന്നതിന് മുമ്പേ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നിസ്കാരത്തിൻ്റെ അകത്തുള്ളതല്ല, നിസ്കരിക്കുന്നതിന് മുമ്പേ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഈ റുക്കിനായിട്ട് നമ്മളീ പറയാൻ പോകുന്ന കാര്യം നിസ്കാരത്തിൽ നിൽക്കുക, ഫാത്തിഹ ഓതുക പോലെയുള്ള കാര്യങ്ങൾ അത് നിസ്കാരത്തിൻ്റെ അകത്തുള്ള കാര്യമാണ്. അപ്പോൾ റുക്കിനും അതേപോലെ തന്നെ ഷർത്തും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്നാൽ രണ്ടും ഒരുമിക്കുന്നത് ഈ 2 കാര്യങ്ങളും മനഃപൂർവ്വമാകട്ടെ മറന്നുകൊണ്ടാകട്ടെ ഒരാളുടെ അമലുകളിൽ ഇല്ലാതെ പോയാൽ അമൽ ബാത്തിലായി പോകും എന്നുള്ള കാര്യത്തിൽ ഇത് ഒരേ വകുപ്പാണ്.